ആസ്വാദക ഹൃദയങ്ങളിൽ അറിവുറവ തീർത്ത അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് സിംസാറുൽ ഹക്ക് ഹുദവി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم من همزه ولمزه. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم ربنا لك الحمد، اللهم لك الحمد لما هديتنا لهذا، اللهم لك الحمد بالإسلام والقرآن، ولك الحمد بنبينا وحبيبنا محمد صلى الله عليه وسلم. اللهم لك الحمد حتى ترضى قبل الرضا وبعد الرضا. اللهم صل وسلم وزد وبارك على حبيبك سيدنا ومولانا وشافعنا وقدوتنا وقرة أعيننا وثمرة فؤادنا قائد الغر المحجلين يوم القيامة محمد صلى الله عليه وسلم. اللهم بلغه منا تحية وسلاما. اللهم اجزه خير ما يجزى نبي عن أمته وخير ما يجزى رسول عن دعوته. اللهم صل على هذا النبي الكريم وعلى آله وأصحابه وأتباعه وأعوانه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا ضربتم في سبيل الله فتبينوا، إذا ضربتم في سبيل الله فتبينوا ولا تقولوا لمن ألقى إليكم السلام لست مؤمنا، ولا تقولوا لمن ألقى إليكم السلام لست مؤمنا تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة كذلك كنتم من قبل فمن الله عليكم فتبينوا إن الله كان بما تعملون خبيرا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സമസ്കേല ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത ശ്രേഷ്ഠരിൽ കാരണവരായ ഷെയ്ഖുന ബില്ലാഹി ഉസ്താദ് അവറുകളെ, വല്ലപ്പുഴ യതീംഖാനയുടെ തിരുമുറ്റത്ത് ഈ പരിപാടിക്ക്
അനുഗ്രഹമായി ഇവിടെ എത്തിച്ചേർന്ന പണ്ഡിത സാദാത്യങ്ങളെ, ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ദീൻ നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മളാരും ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ചില വ്യക്തികളെ, അവരുടെ സമയം, അവരുടെ വിഭവങ്ങൾ, അവരുടെ കഴിവുകൾ എല്ലാം അള്ളാഹു നിരന്തരം അള്ളാഹുവിൻ്റെ കലിമത്ത് സത്യമായി പുലരാൻ വേണ്ടി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ആ ശഅനുകളിൽ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി അടുത്ത ഒരു പണ്ഡിത തലമുറയെ അൽ ജുവൈനി എന്ന നാമധേയത്തിൽ മഹാനായ അല്ലാമ ജുവൈനി തങ്ങളുടെ ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ ആലിമും മർജിഉൽ മദ്ഹബ് ശാഫിഈ ഫി സമാനിഹി എന്നറിയപ്പെട്ട ഹിജറയുടെ 5-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ പ്രഗത്ഭനായ അല്ലാമത്തുൽ ജുവൈനി, മഹാനായ അബ്ദുൽ മലിക് ബിൻ അബ്ദുല്ലാഹി ബിൻ യൂസുഫ് അൽ ജുവൈനി റഹ്മഹുല്ലയുടെ ഓർമ്മയിൽ ഈ പണ്ഡിതർക്ക് മഹാനായ നെല്ലായ ഉസ്താദ് ആ നാമകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർമ്മശാസ്ത്ര രംഗത്ത് മാത്രമല്ല, ഇമാം ഗസാലി തങ്ങളുടെ ഉസ്താദാണ് ജുവൈനി ഇമാം. ജുവൈനി ഇമാമിൻ്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരിൽ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി തങ്ങളുണ്ട്. മുഫസ്സിറാണ്, ഫഖീഹാണ്, ഇൽമുൽ കലാമിൽ, അഖീദയിൽ മുഅല്ലഫാത്തുകളുള്ള ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള ഇമാമുൽ അഇമ്മ എന്നറിയപ്പെടുന്ന ഉജൂബത്തു ദഹരിഹി എന്ന് പറയുമായിരുന്ന ഇമാമുൽ ഹറമൈൻ, മക്കയിലും മദീനയിലും ദീനിൻ്റെ ദർസ് സേവന രംഗത്ത് ഫത്വ നൽകിയും മറ്റും നിറസാന്നിധ്യമായതിൻ്റെ പേരിൽ മുസ്ലിം ഉമ്മത്ത് പണ്ഡിത ലോകം നൽകിയ നാമകരണമാണ് ഇമാമുൽ ഹറമൈൻ അൽ ഇമാമുൽ ജുവൈനി. ആ നാമകരണമാണ് നമ്മുടെ ഇന്നത്തെ ഖിരീജീങ്ങളായ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയായി ഇറങ്ങുന്ന മുതഅല്ലിമീങ്ങൾക്കിവിടെ ജുവൈനി എന്ന പേരിവിടെ നൽകപ്പെടുന്നത്. ആ സാഹചര്യം വലിയൊരു പണ്ഡിതനെ, ഹിജറയുടെ 5-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഹിജറ 400-കളിൽ, 400-ൻ്റെ അവസാന ഭാഗത്ത് ദീനീ രംഗത്ത് പ്രജ്വലിച്ചു നിന്ന മഹാനായ ഒരു ശാഫിഈ പണ്ഡിതൻ്റെ നാമധേയം. മഹാൻ അന്ത്യവിഷമം കൊള്ളുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇറാനിലാണ്, അല്ലെങ്കിൽ ഇറാനിനോട് ചേർന്ന് കിടക്കുന്ന ഖുറാസാൻ എന്നറിയപ്പെടുന്ന പ്രദേശം. അത് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനും തജിക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. ഏതായിരുന്നാലും ആ വലിയൊരു പണ്ഡിത പ്രതിഭയെ ഒരിക്കലൂടെ ആ പ്രഭ പരത്താൻ സാധ്യമാകുന്ന രീതിയിൽ ദീനിൻ്റെ സേവന രംഗത്തേക്ക് ഇറങ്ങാൻ സജ്ജരായിരിക്കുന്ന നമ്മുടെ മുതഅല്ലിമീങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ, അള്ളാഹു അവർക്ക് ഊർജ്ജസ്വലതയും തൗഫീഖും വലിയ ഹല്ലും ആലിമീങ്ങളുടെയൊക്കെ പൊരുത്തവും എല്ലാവിധ നന്മയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം സ്ഥാപനത്തിൻ്റെ അദ്ദുഫഅൽ ഊല എന്ന് പറയുന്ന ഫസ്റ്റ് കൊഹോട്ട്സ്, ഈ ഒരു ആദ്യത്തെ ജുവൈനി ബാച്ചിന് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം. അവർ നാടിൻ്റെ വിളക്കുകളായി സേവനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ്. അള്ളാഹു അതിൻ്റെ വഴികളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്ത മനുഷ്യ സംസ്കാരത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള
പ്രയാണം എങ്ങനെയാണ് എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ ശരിക്കും ബോധ്യപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ. നന്മയ്ക്ക് വേണ്ടി വിളിച്ചു പറയാനും നന്മയെ ഹൈലൈറ്റ് ചെയ്യാനുമൊക്കെ ഇവിടെ ആളുകളുണ്ട് എന്ന് ബോധിപ്പിക്കുന്നതാണ് ഈ സമ്മേളനം എന്നതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരിയിൽ കാസർഗോഡ് കുനിയയിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ ആ ഒരു മഹാസമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളിലാണ് മാനസികമായും ശാരീരികമായും നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ആ ഒരു സമ്മേളനം എന്നതൊരു ആൾക്കൂട്ടം മാത്രമല്ല, ഒരു സംസ്കാരത്തെ, ഒരു ആദർശത്തെ, ഒരു വിശ്വാസത്തെ, മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടായ്മയാണത്. അത് വെറുമൊരു ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുക മാത്രമല്ല, അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം എന്നു തന്നെ നാമകരണം ചെയ്യപ്പെടുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം എന്നത് ഈ കാലഘട്ടത്തിൽ സംസ്കാരവും മൂല്യവും ഇല്ലായ്മ ചെയ്യപ്പെട്ട് തമസ്കരിക്കപ്പെട്ട് കഴിയുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ ഇവിടെ മനുഷ്യത്വവും ഊർജ്ജസ്വലതയും ആർജവവും ധീരതയും ധാർമ്മിക ബോധവുമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് സജ്ജമാണ് എന്ന് വിളിച്ചോതുന്ന വരും നാളേക്കുള്ള ഒരു കൃത്യമായ നന്മയുടെ കിടാവിളക്കായി മാറേണ്ടതാണ് ഈ 100ാം വാർഷികം. അള്ളാഹു അതങ്ങനെ തന്നെയായി വിജയിപ്പിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായൊരു ഹദീസിൽ ഇന്ന അവ്വല മാ ദഖല അൻ-നഖ്സു അലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീൽ എന്ന് പറയുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ, ആ മക്കളിലൂടെ കടന്നു വന്ന ആയിരക്കണക്കിന് പ്രവാചകന്മാരുണ്ട്. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവാചക ശൃംഖലയിലെ അബുൽ അംബിയ, ദ ഫാദർ ഓഫ് പ്രൊഫറ്റ്സ്, പ്രവാചകന്മാരുടെ ഉപ്പ എന്നറിയപ്പെടുന്ന നബിയാണ് മഹാനായ നബിയുല്ലാഹി വ ഖലീലുഹു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ 2 മക്കളിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ആ ഇസ്ഹാഖ് നബിയിലൂടെ ബനു ഇസ്രായേലുകളിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് പ്രവാചകന്മാരുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന ഇബ്രാഹിം നബിയുടെ മറ്റൊരു പുത്രനും നബിയുമായ വദബീഹുല്ലാഹി ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം, മഹാനായ ഇസ്മായിൽ നബിയിലൂടെ അറബികളിലേക്ക് കടന്നു വന്ന ആ വംശപരമ്പരയിൽ ലോകത്തിന് വേണ്ടി നിയുക്തരായ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഒരേ ഒരു നബി, ഒരേ ഒരു റസൂൽ, ഒരേ ഒരു പ്രവാചകർ ഇസ്മാഈലി പരമ്പരയിലൂടെ അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെ ആയിരക്കണക്കിന് പ്രവാചകന്മാർ. അത്രമേൽ നബുവത്തിന്റെ സാന്നിധ്യവും വെളിച്ചവും ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു ബനു ഇസ്രായീൽ. ഇസ്രായീൽ എന്നത് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ്. ഇസ്രായീൽ എന്ന വാക്കിനർത്ഥം തന്നെ അള്ളാഹുവിനെ അത്രമേൽ ഇബാദത്ത് ചെയ്യുന്ന മഹാൻ എന്നാണ്. അത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അപരനാമമാണ്. യാക്കൂബ് നബിയുടെ മക്കളിലൂടെ വന്ന മനുഷ്യരെ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ദ ചിൽഡ്രൻ ഓഫ് ജേക്കബ്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ എന്ന അർത്ഥത്തിലാണ് ബനു ഇസ്രായീൽ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഒരു പാരമ്പര്യം ഇസ്രായേലി തലമുറകളിൽ കടന്നു വരുമ്പോൾ അവർക്കുണ്ടായ ന്യൂനത എവിടെ സംഭവിച്ചു എന്നതിന് പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്ന ഒരു കാരണം ദീർഘമായ ഹദീസിൽ പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അവ്വല മാ ദഖല അൻ-നഖ്സു അലാ ബനി ഇസ്രായീൽ. എവിടെയാണ് അവർക്ക് ന്യൂനത പറ്റിയത്? ഇത്രമേൽ അംബിയാഇന്റെ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു സമൂഹം എവിടെയാണ് തകർന്നു പോയത്? എവിടെയാണ് അവർക്ക് ചുവട് പിഴച്ചത്? എന്തേ അവര് ഒന്നിനും കൊള്ളരുതാത്തവരായി മാറിപ്പോയത് എന്ന കാരണം ചരിത്രാന്വേഷികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഹബീബിന്റെ ഈ ഹദീസ് മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന റജുൽ കാന യൽഖ റജുല ഫയഖൂൽ യാ ഹാദാ ഇത്തഖില്ലാഹ് വദഅ മാ തസ്ന. അവരുടെ നാടുകളിൽ തിന്മകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ, മദ്യപാനവും ലഹരിയും
ചൂതാട്ടവും വ്യഭിചാരവും സ്വവർഗരതികളും തോന്നിവാസങ്ങളും പിടിച്ചുപറികളും വഞ്ചനകളും നുണപറയലുകളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, യാ ഹാദാ ഇത്തഖില്ലാഹ് വദഅ മാ തസ്ന. അവർ പറഞ്ഞിരുന്നു ഒരു കാലം, നീ ഇതൊന്നും ചെയ്യല്ലടോ, നീ ഇത് ചെയ്യരുത്, ഇത് മാറ്റിവെക്ക്, ഇത് നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു നാളിൽ അവരങ്ങനെ പറഞ്ഞു. പിന്നെ അവർക്കത് മടുത്തു. പിന്നൊരു ദിവസം അവരെ കണ്ടുമുട്ടിയപ്പോ വഹുവ അലാ ഹാലി, കള്ളുകുടിയനായിട്ട് തന്നെയുണ്ട്, മദ്യപാനി തന്നെയാണ്, പലിശയിടപാടുകാരൻ പലിശയിടപാടിൽ തന്നെയാണ്. എന്നിട്ടും ഫലാ യംനഉഹു അൻ യകൂന അകീലഹു വഖഈദഹു വശരീബഹു. വിവാഹങ്ങളിൽ ആർഭാടത്തിന്റെ തിമർപ്പ് നടക്കുമ്പോൾ 4, 5, 6, 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഭാസ കല്യാണങ്ങൾ നടക്കുമ്പോൾ മഞ്ഞയും ചുവപ്പും നീലയും പല നിറത്തിലും പല പേരിലും ഭക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഡെക്കറേഷൻ കൊണ്ട് ധൂർത്തിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുമ്പോഴും അത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവരുടെ കൂടെ ഇരിക്കുകയും അഖീലഹു, അവിടെ സ്റ്റേജിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ആടിത്തിമർക്കുന്നുണ്ട്, ആട്ടും പാട്ടും ഡാൻസും മ്യൂസിക്കും എല്ലാം നടക്കുമ്പോഴും അവിടെ ഇരിക്കാനൊരു മടിയുമില്ലാതെ ഇന്നലെ വരെ ചെയ്യരുത് എന്ന് പറഞ്ഞ ആളോട് പിറ്റേ ദിവസം അയാളോട് ഇത് ചെയ്യല്ലേ എന്ന് പറയാൻ കഴിയാതെ അവരുടെ കൂടെ ഇരുക്കാൻ തുടങ്ങിയ കാലം മുതലാണ് ബനൂ ഇസ്രാഈലുകൾക്ക് പരാജയം തുടങ്ങിയത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു താക്കീതാണ്, ഇതൊരു സമൂഹത്തിനുള്ള കൃത്യമായ മാർഗരേഖയാണ്, ഇതൊരു സമൂഹത്തിനുള്ള മുന്നറിയിപ്പാണ്. അരുത് പാടില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നാട്ടിൽ നടക്കാൻ തുടങ്ങുമ്പോൾ അത് സാരമില്ല എന്നൊരു ഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ ഒരാൾ പോലും ഇത് ചെയ്യല്ലേ, ഇതിനോടെനിക്ക് യോജിക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ അമർഷം രേഖപ്പെടുത്തുകയാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്, പുണ്യ റസൂൽ ഇഷ്ടപ്പെടാത്തത്, നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും വെച്ചുപൊറുപ്പിക്കാത്തത് ഒരു വേദിയിൽ നടക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാതെ ഫലാ യംനഉഹു ദാലിക അൻ യകൂന അകീലഹു വഖഈദഹു വശരീബഹു. അവരുടെ കൂടെ ഇരുന്ന് കുടിക്കാനും കൂടെ ഇരുന്ന് ഭക്ഷിക്കാനും കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാനും ആളുകൾക്ക് മടിയില്ലാതെ വന്ന ഒരു കാലഘട്ടമാണ് ബനൂ ഇസ്രാഈലുകളുടെ തകർച്ചയുടെ തുടക്കമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ ഫഅലൂ ദാലിക്, ചെയ്യുന്ന തെറ്റാണെന്നറിയാം, പക്ഷേ നാവ് കൊണ്ടൊന്ന് പറയാൻ കഴിയാത്തവൻ മനസ്സുകൊണ്ട് വെറുക്കണമെന്നാണ്. മനസ്സുകൊണ്ട് വെറുക്കല്ല, ഇരുന്നു കൊണ്ട് മിണ്ടാണ്ട് കണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്തെങ്കിലും ആഭാസ പ്രകടനങ്ങൾ നടക്കുമ്പോൾ പുതിയ പെണ്ണും പുതുനാരിയും മണവാളനും മണവാട്ടിയും സ്റ്റേജിൽ നിന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരോട് സംവദിക്കുകയും കൂടെ പഠിച്ചവരോ കൂടെയുള്ളവരോ നാട്ടുകാരോ ആരോ ആകട്ടെ അവർക്കൊക്കെ നിന്നുകൊടുക്കാനും പരസ്യമായി ഇസ്ലാം പറയുന്ന ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു പെൺകുട്ടിയുടെ സർവ്വ ഹുർമത്തും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സദസ്സുകളിൽ വാനോക്കികളായി പോയിരിക്കാൻ മനുഷ്യൻ മടി കാണിക്കാതെ വന്ന ഒരു കാലഘട്ടം ഒരു സമൂഹത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു ചെയ്തെന്നാണ് നമ്മൾ പറയാറുണ്ട്, എന്തേ മാനസികമായി നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തേ മസ്ലഹത്ത് ശ്രമങ്ങൾക്ക് എന്തേ ഫലം കാണാത്തത്, എന്തുകൊണ്ടാണ് ആളുകൾ മനസ്സുകൾ തമ്മിൽ യോജിക്കാത്തത്. ഒരുമയിലും സ്നേഹത്തിലും പരസ്പരം പൊറുത്തും ക്ഷമിച്ചും ഈ ഉമ്മത്ത് സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ പണ്ഡിത നേതാക്കന്മാരുടെ സാരഥികളുടെ ഉമറാക്കളുടെ കീഴിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം എന്തേ അപശബ്ദങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു കാണും. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഹദീസിൽ പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഫലമ്മാ ഫഅലൂ ദാലിക ളറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദ്.
തിന്മകളെ നിസ്സാരമായി കാണാൻ തുടങ്ങിയപ്പോൾ, തിന്മകൾ നടക്കുന്നിടത്ത് മനുഷ്യർ പോയിരിക്കുക മാത്രമല്ല, അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ മടി കാണിക്കാതെ വന്നപ്പോൾ, തിന്മകൾ തിന്മകളാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കാതെ വന്നപ്പോൾ അള്ളാഹു അവരുടെ മനസ്സുകളെ തമ്മിൽ അടിപ്പിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹ് ضربallahu قلوب بعضهم ببعض. അവരുടെ മനസ്സുകൾ തമ്മിൽ വിഭിന്നമായി, അവർ തെറ്റിപ്പിരിയുകയുണ്ടായി, അവർ പഴിചാരാൻ തുടങ്ങി, അവർ പരസ്പരം ചീത്ത വിളിക്കാൻ തുടങ്ങി, പരസ്പരം പരിഹസിക്കാൻ തുടങ്ങി. ഹുർമത്ത് ഇല്ലായ്മ ചെയ്യപ്പെട്ടു, ബഹുമാനമില്ലായ്മ ചെയ്യപ്പെട്ടു, അദബില്ലാതെ പോയി. എന്തുകൊണ്ട്? വലിയൊരു ദൗത്യം നിർവഹിക്കപ്പെട്ടതിന് ശേഷം ആ ദൗത്യ നിർവഹണം ചെയ്യാതെ നിന്നു എന്ന് മാത്രമല്ല, തിന്മയുടെ കൂടെ വാപൊളിച്ച് മിണ്ടാതെ നിന്നതിൻ്റെ പേരിൽ ഒരു ഉമ്മത്തിന്റെ മനസ്സിനെ അള്ളാഹു തമ്മിലടിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ ഇനി പറയുന്ന ആയത്ത് നബി തങ്ങൾ ഓതുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും മറിയം ബീവിയുടെ പുത്രനായ ഈസ നബി അലൈഹിസ്സലാമിൻ്റെയും പരിശുദ്ധ നാക്കുകളിലൂടെ ഒരു സമൂഹം ശപിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്ന തിന്മകളാണെന്ന് തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിക്കാതിരുന്നവരായിരുന്നു അവർ. ശപിക്കപ്പെടാൻ കാരണം പറയാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലഅനത്ത് എന്ന് പറയുന്നത് അൽ ബുഅദു അൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാതിരിക്കുന്ന വലിയൊരു ദുര്യോഗമാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടലാണ്. അതിലും വലുത് എന്താണ് ഒരു മുഅ്മിന് വരാനുള്ളത്? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ബിനി മറിയം. ഇവിടെ പറയുമ്പോഴും മുഫസ്സിരീങ്ങൾ അല്ലദീന കഫറൂ, കുഫറിലേക്ക് വരെ എത്തിച്ചേരാൻ നിമിത്തമായതിൻ്റെ ഒരു കാരണം പോലും അവരവർ തിന്മകളെ കണ്ടിരുന്നപ്പോൾ, വേണ്ടാവൃത്തികൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ, പാപങ്ങൾ കൺമുമ്പിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ, സമൂഹത്തിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ അങ്ങാടികളിൽ ഇത് നടന്നുകൊണ്ടിരുന്നപ്പോൾ, ഇത് തെറ്റാണ് മക്കളെ, ചെയ്യരുത് എന്ന് പറയാൻ നാവെടുക്കാൻ മടി കാണിച്ച ഒരു സമൂഹം രണ്ട് പ്രവാചകന്മാരുടെ നാക്കിനാൽ ശപിക്കപ്പെട്ടുപോയി എന്ന് വിശുദ്ധ ഖുർആൻ. തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറൂ.
നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലെന്ന് മാത്രമല്ല, തിന്മകളെ തിന്മകളായിട്ട് പോലും കാണാൻ കഴിയാത്ത വിധം അന്ധരായ ഈ മനുഷ്യർ, തിന്മകൾ തിന്മകളാണെന്ന് പറയുന്നവർ ഒറ്റപ്പെട്ടു പോകും. അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു ഉമ്മത്തിന്റെ വിശ്വാസം ആ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്താൽ പോലും അത് സെക്യുലറിസത്തിനെതിരാണെന്ന തോന്നൽ വരും, പേടി വരും. അത് ജനാധിപത്യത്തിന് എതിരാണോ എന്ന തോന്നൽ വരും. ഒരു രാജ്യത്തിന്റെ ഭരണഘടനയെ വിശ്വസിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ തന്നെ തിന്മകളെ തിന്മകളായി കാണാൻ ഒരു വിശ്വാസിക്ക് എന്ത് പ്രയാസമാണുള്ളത്. ഖുർആൻ പറയുന്നു, തറാ കസീറം മിൻഹും യതവല്ലൗന അല്ലദീന കഫറു. പടച്ചവനില്ല എന്ന് പറയുന്ന ആദർശക്കാരെ, നാസ്തികവാദം ലോകത്ത് വിളിച്ചു പറയുന്ന ആളുകളെ, അവർ ഞമ്മന്റെ ആളുകളാണ് എന്ന് പറയാൻ മടിയില്ലാത്തവരാണ് ഇത്തരക്കാർ. തറാ കസീറം മിൻഹും യതവല്ലൗന അല്ലദീന കഫറു ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം. പടച്ചവനില്ല എന്ന നാസ്തികവാദം എന്ന് പറയുന്നത് പോലും അതിലെന്താ കുഴപ്പം എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെ കഴിയും? നിരീശ്വരവാദം നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ വീട്ടുമുറ്റത്തേക്ക്, നമ്മുടെ സ്ക്രീനിലേക്ക് കടന്നു വരുമ്പോൾ അത്തരം ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ അവർ ഞങ്ങളുടെ ആളുകളാണ്, അവരാണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് എന്ന് പറയാൻ ഇത്തരക്കാർക്ക് മടിയില്ലായിരുന്നു എന്ന് ബനൂ ഇസ്രായേലുകളെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ കലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന റബ്ബിൻ്റെ കിതാബാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ആ ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്, ആ ആശയങ്ങൾക്ക് ഇന്നും അതിന് പ്രാധാന്യമില്ലേ? അത് മൻസൂഖായ ആയത്താണോ? തറാ കസീറം മിൻഹും യതവല്ലൗന അല്ലദീന കഫറു ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം വഫിൽ അദാബി ഹും ഖാലിദൂൻ. അല്ലാഹുവിൻ്റെ കോപമാണ് അവർ സ്വീകരിച്ചത്. ആര് കൂടെയില്ലെങ്കിലും എൻ്റെ മുഅ്മിനീങ്ങളായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, പരലോകമുണ്ട്, മരണമുണ്ട്, ഖബറിൽ അദാബുണ്ട്, അല്ലെങ്കിൽ രക്ഷയുണ്ട്, നാളെ വിചാരണയുണ്ട്, അല്ലാഹുവിനെ ചെന്ന് കാണേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളവർ എന്ന് പറയാൻ മടി കാണിക്കുകയും തറാ കസീറം മിൻഹും യതവല്ലൗന അല്ലദീന കഫറു, നാസ്തികത പറയുന്ന ആളുകളെ കൂടെ നിർത്തുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ഈമാനും ഇസ്ലാമും പഠിപ്പിക്കുകയാണ്, നമ്മൾ ബോധിക്കുകയാണ് ഇവിടെ. ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലയോ? നിസ്സാരമാണോ ഇതൊക്കെ? അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കല്ലേ? പുണ്യനബി തങ്ങളുടെ ഹദീസുകൾക്ക് എന്ത് വിലയാണ് നമ്മൾ കൊടുക്കുന്നത്? തറാ കസീറം മിൻഹും യതവല്ലൗന അല്ലദീന കഫറു ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം. അല്ലാഹുവിൻ്റെ കോപമാണ് നിങ്ങൾ വാരിക്കൂട്ടുന്നത്. വഫിൽ അദാബി ഹും ഖാലിദൂൻ വലൗ കാനൂ യുഅ്മിനൂന ബില്ലാഹി വന്നബിയ്യി വമാ ഉൻസില ഇലൈഹി. പുണ്യനബി തങ്ങൾക്ക് ഇറങ്ങിയ അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിനെയും വിശ്വസിക്കുന്നവരായിരുന്നു അവരെങ്കിൽ, വിശ്വാസം ഖൽബിൻ്റെ ഉള്ളിൽ നിന്ന് ജനിക്കേണ്ട കാര്യമാണ്, അത് അവകാശവാദമല്ല. ഖൽബിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെയും റസൂലിനെയും, പിന്നെ പറഞ്ഞു വമാ ഉൻസില ഇലൈഹി, അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ, ഈ മൂന്ന് വിഷയങ്ങളെ വിശ്വസിക്കുന്നവരായിരുന്നു അവരെങ്കിൽ ആര്? ഈ സമൂഹത്തിൻ്റെ മുൻഗാമികളായ കഴിഞ്ഞുപോയ ഇസ്രായേൽ മക്കളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ നന്മയിൽ ജീവിച്ചിരുന്ന ആളുകൾ തിന്മകൾക്ക് നേരെ കണ്ണടക്കുകയും തിന്മകൾ സാരമില്ലെന്ന് വരുത്തുകയും തിന്മകൾക്ക് നേരെ നാവനക്കാൻ മടി കാണിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ രണ്ട് പ്രവാചകന്മാരുടെ നാക്കിലൂടെ ജുഹകളിലൂടെ അവർക്ക് അല്ലാഹു തആല ശാപം നൽകി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി
എല്ലാവരും ഒന്ന് സഹായിക്കണേ. നമ്മുടെ മുച്ചാലിമീങ്ങൾ നിങ്ങളുടെ സ്വതക്ക സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എല്ലാവരും സഹായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, പടച്ചവൻ സ്വീകരിക്കട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെയ്യുന്ന വലിയൊരു നന്മ കൂടിയാണ് സ്വതക്ക. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അത് കാരണം നമ്മിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്കും വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കണം. ബിസ്മില്ലാഹ്. ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء. അവിശ്വാസം, പടച്ചവനില്ല എന്ന വിശ്വാസം നെഞ്ചിലേറ്റി നടക്കുന്നവർ, നിരീശ്വരവാദം പറഞ്ഞു നടക്കുന്ന ആളുകൾ, അത്തരക്കാരായ ആളുകൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സഹായികളാണ് എന്ന് പറയാൻ ഈമാനും ഹബീബായ നബി തങ്ങളോടും അല്ലാഹുവിനോടും ഖുർആനിനോടും വിശ്വാസമുള്ളവർക്ക് കഴിയുമായിരുന്നില്ല. വലാകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ. ഇത് പറഞ്ഞിട്ടാണ് ഖുർആൻ നമുക്ക് ഏറെ പ്രസക്തമായ ഒരു ആയത്ത് പറഞ്ഞു തരുന്നത്. لتجدن أشد الناس عداوة للذين آمنوا اليهود لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. അള്ളാഹുവിനെ ആരാധിക്കുകയും പടച്ച തമ്പുരാനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോട് ആ ജന്മ ശത്രുത വെച്ച് പുലർത്തുന്ന രണ്ട് വിഭാഗമുണ്ടെന്ന് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവർ, ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണെന്ന് പറയുകയും മനുഷ്യന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമില്ലെന്ന് പറയുകയും മനുഷ്യൻ എങ്ങനെയോ ജനിച്ചു, ഇനി എങ്ങനെയോ എവിടെയോ വെച്ച് മരിച്ച് ഒന്നുമല്ലാതായി മണ്ണായി മാറുന്ന ഒരു ജീവിതമാണ് എന്ന് മനുഷ്യരെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചു നടക്കുന്നവർ, നാസ്തികത പറയുന്ന ആളുകൾ, അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടെന്ന് ഖുർആൻ സൂചിപ്പിച്ചു. എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും വലിയ മണി മേക്കിംഗ്, ഏറ്റവും കൂടുതൽ പൈസയുണ്ടാക്കുന്ന മേഖലകൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ മേഖലകളാണ്. ഒന്ന്, ലഹരി കച്ചവടം. ലോകത്തെ കോടീശ്വരന്മാർ ഒന്ന് താഴോട്ട് ഇറങ്ങി നോക്കിയാൽ അവരിൽ ചിലരെങ്കിലും ലഹരിയുടെ കച്ചവടക്കാരായിരിക്കണം. ലഹരി ഇസ്ലാം അന്യമാക്കി വെച്ചതാണ്, പാടില്ലെന്ന് പറഞ്ഞ് ഇസ്ലാം അതിനെതിരാണ്. വ്യഭിചാരം, പൊണോഗ്രഫി, മനുഷ്യരുടെ ഔറത്തെടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് മനുഷ്യരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന തോന്നിവാസം ചെയ്യുന്നവര്, ഇസ്ലാം അതിനെതിരാണ്. മനുഷ്യനെ കാർന്നു തിന്നുന്ന പലിശ ഏർപ്പാടുകൾ, അത് ബാങ്കുകളാകട്ടെ ഫൈനാൻസ് സംവിധാനങ്ങളാകട്ടെ, മനുഷ്യരെ സഹോദര ബുദ്ധിയ സഹായിക്കണമെന്നും ദാനധർമ്മം ചെയ്യണമെന്നും സകാത്ത് നൽകണമെന്നും സ്വതക്ക വാരിക്കോരി കൊടുക്കണമെന്നും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാം പലിശക്കെതിരാണ്. ഇങ്ങനെ ലോകത്ത് വലിയ വലിയ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ കണ്ടുപിടിച്ച ചില ആളുകളുടെ ആദർശങ്ങൾക്കോ അവരുടെ പ്രതീക്ഷകൾക്കോ വിരുദ്ധമാണ് ഇസ്ലാമിന്റെ നിലപാടുകൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് ശത്രുക്കളുണ്ട്, സ്വാഭാവികമാണ്. സ്ത്രീകളെ കമ്പോളവൽക്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആണും പെണ്ണുമല്ലാതെ ഇവിടെ മനുഷ്യർ ജീവിക്കണമെന്ന് പറയുന്നവരുണ്ട്. ഇവരുടെ ഒരു മതത്തിന്റെയോ ഒരു വിശ്വാസത്തിന്റെയോ ചട്ടക്കൂടിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യൻ സ്വതന്ത്രനാണ്, അവൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഇത് പറയുന്ന ആളുകളെയാണ് ഖുർആൻ അല്ലദീന കഫറു എന്ന് പറയുന്നത്. അവർ ദീനിനോട് ശത്രുതയുള്ളവരാണ്. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകൂ. ജൂതന്മാരിൽ ചില ആളുകൾ, അത് ലോകം കാണുന്നതാണ്, ഫലസ്തീനിലും ഗസയിലും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അൽ യഹൂദ വല്ലദീന അശ്റകൂ, ബഹുദൈവ ആരാധനയെ അത്രമേൽ മറ്റു സമുദായങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്ന തീവ്രപക്ഷക്കാരായ ആളുകളിൽ ചിലർ
ഇസ്ലാമിൻ്റെ തത്വധാരയോട് വൈരാഗ്യമോ അല്ലെങ്കിൽ വിദ്വേഷമോ പ്രകടിപ്പിക്കുന്നവരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു രീതി കൂടി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രമേൽ മൗനവും ഇത്രമേൽ ക്ഷമയും ഇത്രമേൽ വേദനയും സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഹബീബിൻ്റെ ഉമ്മത്തികളെന്ന് നമുക്ക് മറന്നുപോകാൻ കഴിയില്ല. എന്നിട്ട് പറഞ്ഞു, وَلَتَجِدَنَّ أَقْرَبَهُمْ مَوَدَّةً لِلَّذِينَ آمَنُوا الَّذِينَ قَالُوا إِنَّا نَصَارَى. ഈസ നബി അലൈഹിസ്സലാമിൻ്റെ മറിയം ബീവിയുടെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം, മഹാനായ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ മറിയം ബീവിയുടെ പുത്രൻ ഈസ നബി അലൈഹിസ്സലാം, മഹാനായ നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ആ പ്രവാചകൻ കൊണ്ടുവന്ന ആശയത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്നവരിൽ വലിയൊരു വിഭാഗം ഈ സമൂഹത്തോട്, ഈ ഉമ്മത്തിനോട്, ഈ വിശ്വാസധാരയോട് അല്പമെങ്കിലും സ്നേഹമുള്ളവരാണ് എന്നും ഖുർആൻ പറഞ്ഞു. എന്നിട്ടൊരു കാരണം പറഞ്ഞു, ذَلِكَ بِأَنَّ مِنْهُمْ قِسِّيسِينَ وَرُهْبَانًا. മതം പഠിച്ച പണ്ഡിതന്മാർ, ആരാധനകളിൽ ചടഞ്ഞുകൂടുന്ന, ആരാധനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന റുഹ്ബാനുകൾ അവരിലുണ്ട് എന്നതാണ് ഇതിൻ്റെ കാരണം. വഅന്നഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കാത്തവരാണ് എന്നതുമാണ്. ആ സ്വഭാവമുള്ള നസ്വാറാക്കൾ നിങ്ങളോട് അല്പമെങ്കിലും കനിവുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചയെ ഖുർആൻ അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എന്താണോ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ഇതിൻ്റെ ബന്ധം എന്താണോ ഒന്നും നമ്മൾ ചർച്ചക്കെടുക്കുകയല്ല. പക്ഷേ ഖുർആൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ സത്യവിശ്വാസികൾക്ക് ചില ധർമ്മങ്ങൾ ഇവിടെ ചെലവഴിക്കാനുണ്ട്, ചില ധർമ്മങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. പാപങ്ങൾ എന്ന് പറയുന്നത്, തെറ്റുകൾ എന്ന് ഇസ്ലാം പറയുന്നത്, മൂബിഖാത്തുകളായ തെറ്റുകളുണ്ട്, സഗീറത്തുകളുണ്ട്, കബായിറുകളുണ്ട്. ഈ തെറ്റുകൾ, ഇസ്ലാം പറയുന്ന തിന്മകൾ, ജരീമത്തുകൾ, ആഥാമുകൾ, ഖത്വായ, ദുനൂബ് എന്ന് പറയുന്ന പാപങ്ങൾ, ഈ പാപങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ അയൽപക്കങ്ങളിൽ ഒരു വിഷയം നടക്കുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത നാട്ടിലൊരു വിഷയം നടക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടേതല്ലല്ലോ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. നാട്ടിലൊരു കുട്ടി അങ്ങനെ മയക്കുമരുന്ന് ലഹരി അടിച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് അടുത്ത നാട്ടിലല്ലേ. നമ്മുടെ മഹല്ലിലോ, നമ്മുടെ വീട്ടിലോ, നമ്മുടെ വീട്ടുമുറ്റത്തോ, നമ്മുടെ അയൽപക്കങ്ങളിലോ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ കണ്ണു തുറക്കുന്നുള്ളല്ലേ. എല്ലാ പാപവും ഈ ഭൂമിക്ക് ഭാരമാണ്, എല്ലാ തെറ്റുകളും ഈ ഭൂമിക്ക് ഭാരമാണ്. പടച്ചവനോട് നമ്മൾ പറഞ്ഞയച്ചത് തെറ്റുകൾ ചെയ്യാനല്ല. നമുക്കറിയുമോ, ഭൂമിയിൽ മനുഷ്യർ വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ മലക്കുകൾ ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം. ജിന്നുകൾ ഉണ്ടായിരുന്നു. ജിന്നുകൾക്ക് മുമ്പ്, ജിന്നുകളുടെ കാലഘട്ടത്തിൻ്റെ ആ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇവിടെ ജീവിച്ചിരുന്നു ഈ ഭൂമിയിൽ. നമ്മൾ എത്ര പേർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്? അള്ളാഹു മനുഷ്യരെ പടക്കുന്നു എന്ന വിഷയം മലക്കുകളുമായി ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ബഖറയിൽ കാണാം. വേറെയും സൂറത്തുൽ കഹ്ഫിലുണ്ട്. ഒരുപാട് സൂറകളിൽ അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട് അത് നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ചരിത്രം. മലക്കുകൾ എങ്ങനെയാണ്? ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, ചോര ചിന്തുന്ന ആളുകളെ നീ എങ്ങനെയാണ് റബ്ബേ, എന്തിനാണ് പടക്കുന്നത് എന്ന് മലക്കുകൾ ചോദിക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനോടടുക്കുമ്പോൾ എങ്ങനെ അവർ ചോദിച്ചു? അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ മസ്തൂറായി മറക്കപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യർ ഭൂമിയിൽ വന്നാൽ ഖിയാമത്ത് നാൾ വരെ അവർ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ് അത് അല്ലാഹു മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. ആ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയപ്പോഴാണ്, യാ അല്ലാഹ്, എത്ര വലിയ പാപങ്ങളാണ് ഈ മനുഷ്യരിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച ബോംബുകളുണ്ട്, ഗസയിൽ വർഷിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബോംബുകളുണ്ട്, സുഡാനിൽ പതിക്കുന്നതുണ്ട്, മറ്റു ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എവിടെയൊക്കെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടോ, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, രാഷ്ട്രീയ പ്രേരിതമായിട്ടും അല്ലാതെയും മതപരമായിട്ടും എന്തൊക്കെ രീതിയിൽ നടക്കുന്നുണ്ടോ, നടന്നു കഴിഞ്ഞിട്ടുണ്ടോ ലോകമഹായുദ്ധങ്ങളടക്കം. ഈ യുദ്ധങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടുകളുടെ
നേർചിത്രം ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ കണ്ടിരിക്കണം. അപ്പോഴാണ് അവർ പറയുന്നത് അത്രേ, പടച്ചവനെ, ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നൊരു സമൂഹത്തെ, ഇങ്ങനെ പാപങ്ങൾ ചെയ്യുന്നൊരു സമൂഹത്തെ എന്തിനാണ് റബ്ബേ നീ ഈ ലോകത്തേക്ക് പടക്കുന്നത്? ആ ആശ്ചര്യം ഇന്നും പ്രസക്തമാണ്. മനുഷ്യനൊരു കഴിവും ആരോഗ്യവും സമ്പത്തും സ്വാധീനവും അധികാരവും കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇന്നലകളിൽ കണ്ട ആളുകളല്ല ഇന്ന്. മനുഷ്യന്റെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകാതിരിക്കുന്നത് അവർക്ക് സമ്പത്ത് നൽകിയാൽ അവർ വഴിപിഴച്ചു പോകും എന്നതുകൊണ്ടാണത്രേ. ഹബീബിന്റെ ഹദീസാണത്. ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകിയത് അവർക്കങ്ങാനും അല്ലാഹു നൽകിയില്ലായിരുന്നെങ്കിൽ അവർ വഴിതെറ്റിപ്പോയേനെ. അങ്ങനെ അല്ലാഹു കൊടുക്കുന്നവരുണ്ടെന്നാണ്. രണ്ടും പരീക്ഷണം തന്നെയാണ്. പാപങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മൾ ഓർക്കണേ, വ്യഭിചാരം നടക്കുമ്പോൾ, തിന്മകൾ നടക്കുമ്പോൾ, മദ്യപാനം നടക്കുമ്പോൾ, എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് ഗീബത്തും നമീമത്തും പറയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ സുജൂദിൽ ചെയ്ത് വീണിരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പാപങ്ങൾ ചെയ്യുന്നത്. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ മലക്കുകളെ ആകാശലോകങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഭൂമിയിൽ മലക്കുകൾ താമസിച്ചിരുന്നുവെന്നാണ്. ഭൂമിയിൽ എല്ലായിടത്തും ഒരു അണു ഇണ പോലും ബാക്കിയില്ലാതെ മലക്കുകളുടെ സുജൂദ് വീഴാത്ത ഇടം അള്ളാഹുവിന്റെ ഭൂമിയിലില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഭൂമിയിൽ മലക്കുകളുടെ സുജൂദ് വീഴാത്ത സ്ഥലമില്ലെന്ന്. അതുകൊണ്ട് മനുഷ്യൻ ഓർക്കണമത്രേ, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ മലക്കുകൾ സുജൂദ് ചെയ്തെടുത്താ ഞാൻ ഈ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മലക്കുകൾ തസ്ബീഹ് ചൊല്ലിയവരിടത്താണ് എന്റെ വീട് നിൽക്കുന്നത്, ഈ കച്ചവട സ്ഥാപനം നിൽക്കുന്നത്, ഈ അങ്ങാടിയും തെരുവും നിൽക്കുന്നത്. പടച്ചവനെ, നിനക്ക് സുജൂദ് ചെയ്ത മാലാഖമാരുടെ ആ സുജൂദിന്റെ ഇടത്താണല്ലോ റബ്ബേ പാപങ്ങൾ സംഭവിച്ചു പോകുന്നത് എന്ന് മനുഷ്യർ പേടിക്കണം. അള്ളാഹു അങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചത്. മലക്കുകളെ ഇവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടാണ് അത്രേ മനുഷ്യരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നാലും മലക്കുകളുടെ സാന്നിധ്യം എവിടെയുണ്ട്? ഹഫളത്തിന്റെ മലക്കുകളുണ്ട്, കച്ചബത്തിന്റെ മലക്കുകളുണ്ട്, ഷുഹൂദുകളായ മലക്കുകളുണ്ട്, മജ്ലിസുൽ ഇൽമിലും ദിക്റിലും വന്നിരിക്കുന്ന മലക്കുകളുണ്ട്. മലാഖമാർ ഭൂമിയിൽ മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് സാക്ഷികളായി നമ്മോടൊപ്പം ഇപ്പോഴുമുണ്ട്. അവര് കാണുന്നില്ലയോ മനുഷ്യൻ ചെയ്യുന്ന പേക്കൂത്തുകൾ? അതുകൊണ്ട് പാപങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിയെ മുറിവേൽപ്പിക്കലാണ്. പുണ്യനബി മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ ആ ഹദീസ് മനോഹരമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണത്. മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽ വാഖിഇ ഫീഹി, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉദാഹരണം ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളെ പോലെ. ആ കപ്പലിന് 2 തട്ടുകളുണ്ടായിരുന്നു, 2 ഡെക്കുകൾ, ലോവർ ഡെക്ക് ആൻഡ് അപ്പർ ഡെക്ക്. താഴെയും മീതയും 2 നിലകളുള്ള ഒരു കപ്പൽ. നമ്മൾ ഓർക്കണം, ഹബീബായ തങ്ങൾ ഒരു കപ്പൽ പോലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ കടൽ കണ്ടിട്ടില്ലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കടലിൽ യാത്ര ചെയ്തിട്ട് പോലുമില്ല. പക്ഷെ എത്ര മനോഹരമായിട്ടാണ് വഹീന്റെ വെളിച്ചത്തിൽ ഇതൊക്കെ തങ്ങൾ പറഞ്ഞു തരുന്നത്. 2 നിലകളിൽ കഴിയുന്ന 2 വിഭാഗം ആളുകൾ. അവര് ടോസിട്ടു, നറുക്കിട്ടു. ആരാണ് കപ്പലിന്റെ താഴത്തെ തട്ടിൽ നിൽക്കേണ്ടത്, ആരാണ് മീതെ തട്ടിൽ നിൽക്കേണ്ടത്? ഒരു വിഭാഗം ആളുകൾക്ക് താഴെ തട്ടിലാണ് സീറ്റ് കിട്ടിയത്, ബാക്കിയുള്ള ആളുകൾക്ക് മീതെയാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ കപ്പലിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കഴുകാനും പിടിക്കാനൊക്കെ വെള്ളം വേണം, കുടിക്കാനാവണമെന്നില്ല. കടലിലെ ഉപ്പുജലമല്ലേ. ആ കപ്പലിന്റെ മേൽഭാഗത്തുള്ള ആളുകളും താഴെയുള്ള ആളുകൾ വെള്ളം ആവശ്യമായി വരുമ്പോ അവര് മേലെ നിന്ന് ബക്കറ്റ് കൊണ്ട് കടലിലേക്ക് താഴ്ത്തി അവര് വെള്ളമെടുക്കുകയായിരുന്നു. ബഹുമാന്യരായ നെല്ലായ ഉസ്താദ് അവറുകൾ യാത്ര ചോദിക്കുകയാണ്. അല്ലാഹു മഹാനവറുകൾക്ക് ആയുരാരോഗ്യവും ആഫിയത്തും സലാമത്തും അല്ലാഹു നൽകട്ടെ. പതിറ്റാണ്ടുകളായി ദീനി ദർസി രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനവറുകൾ
വലിയൊരു വെളിച്ചമാണ്. മഹാൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഈ നാടിന്, ഈ സമൂഹത്തിന് മഹാനവറുകൾക്ക് അല്ലാഹു ആഫിയത്തും സലാമത്തും നൽകട്ടെ. അവരുടെ 10,000-കണക്കിന് ശിഷ്യഗണങ്ങൾ ദീനിൻ്റെ ദഅവത്ത് നാടിൻ്റെ പല ഭാഗങ്ങളിലും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു സൗഭാഗ്യമുള്ള ഒരു മഹാപണ്ഡിതരെ നമ്മുടെ ഈ സദസ്സിന് കിട്ടിയത് വലിയൊരു സൗഭാഗ്യമാണ്. അല്ലാഹു അത്തരം മഹത്തുക്കളായ ആലിമീങ്ങളുടെ സാന്നിധ്യവും തണലും മദതും അല്ലാഹു ഈ സമൂഹത്തിന് എന്നും നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. قال رسول الله صلى الله عليه وسلم مثل القائم على حدود الله والواقع فيها. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും അതങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, എന്നാൽ അതിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ആളുകൾ, ഇങ്ങനത്തെ 2 വിഭാഗം ആളുകളുടെ ഉദാഹരണം ഹബീബായ നബി തങ്ങൾ ഒരു കപ്പലിലെ യാത്രക്കാരെ കുറിച്ച് പറഞ്ഞു തന്ന് ഉദാഹരിക്കുകയാണ്. കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന. ഒരു കപ്പലിൽ കയറാൻ നറുക്കിട്ട ആളുകൾ, അവരിൽ ചില ആളുകൾ താഴെ തട്ടിലും ചിലർ മീതെ തട്ടിലുമാണ്. താഴെ തട്ടിലുള്ള ആളുകൾക്ക് കടലിലെ വെള്ളം എടുക്കേണ്ടി വരുമ്പോൾ അവർ മീതെ വന്ന്, മീതെ ഇരിക്കുന്ന ആളുകൾക്കിടയിലൂടെ വന്ന് കപ്പലിൻ്റെ അരികിലെത്തിയിട്ട് കടലിലേക്ക് ബക്കറ്റിട്ട് വെള്ളമെടുക്കുന്നു, എന്നിട്ട് താഴെ കൊണ്ടുപോകുന്നു. ഇതിങ്ങനെ തുടരുമ്പോൾ ഇവർക്ക് തോന്നുകയാണ്, നമ്മളിങ്ങനെ മേലെ കയറി ചെല്ലുമ്പോൾ മീതെയുള്ള ആളുകളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യല്ലേ, അവരെ ബുദ്ധിമുട്ടാക്കല്ലേ. നമ്മൾ ഈ മേലെ കയറുന്നതിന് പകരം താഴെയുള്ള ആളുകൾ ചിന്തിച്ചു അത്രേ. ഉദാഹരണം പറയാ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുകയാണ് അത്രേ. എങ്ങനെ? ഞങ്ങൾ മേലെ പോവാതെ ഈ കപ്പലിൻ്റെ ഒരു പോർഷൻ, ഒരു ചെറിയൊരു പലകം കൂടെ അടർത്തിയെടുത്താൽ താഴെ വെള്ളം നമുക്ക് കിട്ടുമല്ലോ, നമ്മൾ മേലെ പോവേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുകയും, അവരെങ്ങാനും ആ കപ്പലിന് ദ്വാരമുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ മീതെയുള്ള ആളുകൾ ഐക്കോട്ടെ, സാരമില്ലല്ലോ, അവർ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് അവരുടെ കൈപിടിക്കാതെ വിട്ടാൽ എന്ത് സംഭവിക്കും? താഴെയുള്ളവരും മുങ്ങും, മേലുള്ളവരും മുങ്ങും, എല്ലാ കപ്പലാകെ മുങ്ങും, വെള്ളത്തിൽ താഴും, കപ്പലിലേക്ക് വെള്ളം കയറി വരും. ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ താഴത്തെ തട്ടിൽ തുരങ്കമുണ്ടാക്കാൻ നോക്കുന്നത് കാണുമ്പോ അവരെ കൈപിടിക്കുന്ന ആളുകൾ, നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുന്നവർ, അവരാണ് അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കുന്നവർ. നേരെ മറിച്ച് നമ്മൾ എന്തിനാ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ, നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തൂടെ എന്ന് ചിന്തിച്ച് അവനവൻ ഇരിക്കുന്ന വെള്ളത്തിന്റെ ഭാഗത്ത് കിടക്കുന്ന ആ ഒരു ലോവർ ഡെക്കിൽ കിടക്കുന്ന ആളുകൾ അവിടെ ദ്വാരമുണ്ടാക്കാൻ തുനിഞ്ഞാൽ ആ കപ്പലവിടെ മുങ്ങൂലേ? ആ ചെയ്യുന്നത് കപ്പലിന് വെക്കുന്ന തുരങ്കമല്ല, അള്ളാഹുവിൻ്റെ നിയമത്തോട് ചെയ്യുന്ന പോരാട്ടമാണ്. അള്ളാഹുവിൻ്റെ നിയമത്തെ അംഗീകരിക്കാത്തൊരു വിഭാഗത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് തിന്മകൾ ചെയ്യുന്ന ആളുകളെ നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് മേലെ ഇരിക്കുന്ന ആളുകൾ താഴെ വന്ന് അവരുടെ കൈപിടിക്കുകയും നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറഞ്ഞവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും, എല്ലാവരെയും രക്ഷപ്പെടുത്താനും കഴിയും. ഇതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചം അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. വളരെ നശ്വരമായൊരു ജീവിതം. 60-70 വയസ്സിനുള്ളിൽ ഈ ഉമ്മത്തിൻ്റെ ആയുസ് അവസാനിക്കും ഏകദേശം. ബാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ വളരെ തുച്ഛം. ചെറിയൊരു ആയുസ്സിന് വേണ്ടി മനുഷ്യൻ പെടാപ്പാട് ചെയ്യുന്നതിനിടയിലാണ് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാൻ ചില ആളുകൾ സമയം കണ്ടെത്തുന്നത്. ഇവിടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ
മഹാനവറുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായൊരു സമയമാണത്. മഹാൻ പറയുമായിരുന്നു, എൻ്റെ വാപ്പ ഈ ലജ്നാൻ എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, മക്കയുടെ പരിസരമാണത്, എൻ്റെ പിതാവ് അൽ ഖത്താബ്, അന്നത്തെ മക്കയിലെ ജഡ്ജിയായിരുന്നു ഖത്താബ് എന്നവര്, ജാഹിലിയത്തിൽ കഴിഞ്ഞു പോയ ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖത്താബ് എന്നവർക്ക് ആടുകളുണ്ടായിരുന്നു. ആ ആടുകളെ ഞാൻ മേച്ചു നടക്കുമായിരുന്നു മക്കയിൽ. ഖത്താബ് എന്നവരുടെ ആട്, ആ ആടുകളെയും മേച്ച് ഞാൻ നേരത്തെ എത്തിയാൽ എൻ്റെ പിതാവ് എന്നെ അടിച്ചുകൊണ്ട് പറയും, ലം തുഇഷ്, നീ ഈ ആടുകൾക്കൊന്നും പുല്ല് കൊടുത്തില്ലല്ലേ എന്ന് പറയും. ഞാനെങ്ങാനും വരാൻ നേരം വൈകിയാൽ എന്നെ അടിക്കും. എന്നിട്ട് പറയും, നീ ഈ ആടുകളെയും കൊണ്ട് നീ അങ്ങ് കടന്നു കളഞ്ഞല്ലേ, നീ ഇവരെയൊക്കെ അങ്ങ് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലേ, നീ സമയം വേസ്റ്റാക്കിയല്ലേ എന്നും പറയുമായിരുന്നു. അങ്ങനെ നേരത്തെ വന്നാലും അടി കിട്ടും, വൈകി വന്നാലും അടി കിട്ടും എൻ്റെ വാപ്പയിൽ നിന്ന്. അങ്ങനെ ലജ്നാനിൽ ആടുകളെ മെച്ചു നടന്നിരുന്നൊരു കാലം ഞാൻ ഓർക്കുകയാണെന്ന് പറഞ്ഞ് ലജ്നാൻ എന്ന പ്രദേശത്ത് ഉമർ തങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ഈ സംഭവം പറയുന്നത്. മഹാനവറുകൾ എന്നിട്ട് ഒരു കവിത ചൊല്ലുകയാണ്. ഫറൂഖ് റളിയല്ലാഹു അൻഹു അവരൊക്കെ കവികളാണ്, ഹുജ്ജത്തുൻ ഫിൽ ലുഗ, ഭാഷയിലെ അധികായന്മാരാണ്. ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു യബ്ഖൽ ഇലാഹു വയഫ്നൽ മാലു വൽ വലദു. ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു യബ്ഖൽ ഇലാഹു വയഫ്നൽ മാലു വൽ വലദു. ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് ലോകത്തോട് വിട പറയുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മരണം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന മഹാനവറുകൾ, ഇലാഹി ത്വാല ഉമുരി വറഖ അദ്മി അല്ലാഹുമ്മ റഹം ലഅഫി. പരിശുദ്ധമായ ജംറകളെ എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധമായ മിനാ താഴ്വരയിൽ മലർന്നു കിടന്ന മണ്ണിൽ പുരണ്ട് മഹാനായ ഫാറൂഖ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ ഉമറിന്റെ ദൗർബല്യത്തോട് കരുണ കാണിക്കണമേ. എങ്ങനെ ഓടി നടന്ന ആളാ, എത്ര ആളുകളുടെ കരുത്തുണ്ടായിരുന്ന ആളാണ്, ശരീരം ദുർബലമാണ് റബ്ബേ. ഉമറിന് മുമ്പത്തെ പോലെ ഓടാനോ നടക്കാനോ കഴിയുന്നില്ല റബ്ബേ. ത്വാല ഉമുരി, വയസ്സായി റബ്ബേ. വറഖ അദ്മി, എൻ്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു റബ്ബേ. ഫർഹം ലഅഫി, എൻ്റെ ദുർബലത കണ്ടെങ്കിലും എന്നോട് കരുണ കാണിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹജ്ജിൽ നിന്ന് ഉമർ എന്നവർ വരുന്നത്. ലജ്നാനിൽ എത്തി നിൽക്കുമ്പോ ചെറുപ്പകാലം കഴിച്ചുകൂട്ടിയ ലജ്നാനിന്റെ മക്കയുടെ ഓർമ്മകൾ, ആടുമേച്ച് നടന്നിരുന്ന കാലഘട്ടം ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് ഫാറൂഖ് തങ്ങൾ പാടുകയാണ്, ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു. നിങ്ങൾ കാണുന്ന ഒന്നിൻ്റെയും സുമുഖതയോ സൗരഭ്യമോ സുഗന്ധമോ സൗന്ദര്യമോ ഒന്നും എന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ആണിൻ്റെയോ പെണ്ണിൻ്റെയോ സൗന്ദര്യം അത് ഇല്ലാതെയായി പോകും. ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ആരോഗ്യം അത് ഒരു നാൾ ദ്രവിച്ചു പോകും, ഇല്ലാതെയാകും. ഭൂമിയുടെ, വീടിൻ്റെ, വാഹനത്തിൻ്റെ, മക്കളുടെ, സമ്പത്തിൻ്റെ എല്ലാ പൊലിമയും മങ്ങിപ്പോകുന്ന ഒരു സമയം വരാനുണ്ട്. എത്ര മനോഹരമായ ആശയം. ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു, എല്ലാം പൊലിഞ്ഞു പോകും. യൗവനം അസ്തമിച്ചു പോകും, യൗവനം അസ്തമിച്ചു പോകും. സുന്ദരിമാരും നടിമാരും സൂപ്പർ സ്റ്റാറുകളുമൊക്കെ ആയി നടന്നിരുന്ന ആളുകളുടെ പിൻകാലം നോക്കുമ്പോൾ ഇന്ന് വാർദ്ധക്യത്തിൻ്റെ അവശതകളിൽ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലയോ? ആ അവശത നമ്മിലേക്കും കടന്നു വരില്ലേ? നമ്മൾ എന്താ ഓർക്കാത്തത്? സൗന്ദര്യം അവസാനിക്കും, ആരോഗ്യം അവസാനിക്കും, എല്ലാം നഷ്ടപ്പെടും. ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു, ആരാണ് ബാക്കിയാകുന്നത്?
യബ്ഖൽ ഇലാഹ്, അല്ലാഹു ജല്ല ജലാലു മാത്രമാണ്. ലാ തഅഖുദുഹു സിനതും വലാ നൗം, ഒരു ക്ഷീണമോ ഒരു ഉറക്കമോ ഒരു തൂങ്ങിയുറക്കമോ ഒരു ഉറക്കത്തിൻ്റെ ലാഞ്ചനയോ ഒന്നുമേ ഇല്ലാതെ എന്നെന്നും അജയ്യനായി നിലനിൽക്കുന്നത് ഒരേ ഒരാൾ മാത്രം, അത് ഇലാഹായ അല്ലാഹുവാണ്. വയഫ്നൽ മാലു വൽ വലദു, മക്കളും സമ്പത്തുമെല്ലാം നശിച്ചു പോകും. വജനാനിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ലം തുഗ്നി അൻ ഖൈസരിൻ യൗമൻ ഖസാഇനുഹു വൽ ഖുൽദു ഖദ് ഹാവലത് ആദുൻ ഫമാ ഖലദു. ലം തുഗ്നി അൻ ഖൈസരിൻ യൗമൻ ഖസാഇനുഹു ഖദ് ഹാവലത് ആദുൻ വൽ ഖുൽദു ഖദ് ഹാവലത് ആദുൻ ഫമാ ഖലദു. യൂറോപ്യൻ നാടുകളുടെ അധിപനായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൈസർ, അദ്ദേഹത്തിന്റെ ഖജനാവുകളെ കൊണ്ട് മരണത്തെ തടുക്കാൻ കൈസറിന് സാധിച്ചുവോ? സീസർ ചക്രവർത്തിക്ക് കഴിഞ്ഞോ? വൽ ഖുൽദു ഖദ് ഹാവലത് ആദുൻ ഫമാ ഖലദു. ആദ് സമൂഹം മരണത്തെ അതിജീവിക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷേ മരണം അവരെ പിടികൂടുകയല്ലേ ഉണ്ടായത്, അവർക്കും മരണം സംഭവിച്ചില്ലയോ? വലാ സുലൈമാനു ഇദ് തജ്രിർ റിയാഹു ലഹു വൽ ജിന്നു വൽ ഇൻസു ഫീമാ ബൈനഹാ ബരിദു. പ്രവാചകന്മാരിലെ ശ്രേഷ്ഠനായ ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമുസ്സലാം ജിന്നുകളും പിശാചുക്കളും മനുഷ്യരും തോഴന്മാരും അടിമകളും സേവകന്മാരുമായി കാറ്റിൽ സഞ്ചരിച്ചിരുന്ന മഹാപ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഐനൽ മുലൂക്ക്, എവിടെ പോയി രാജാക്കന്മാരെല്ലാം? എല്ലാവരും പോയില്ലയോ? ലോകത്തെ ഏറ്റവും വലിയ സമത്വത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ഏകതയുടെ, സമഭാവനയുടെ അടയാളം എന്ന് പറയുന്നത് ശവക്കല്ലറകളാണ് എന്ന് പണ്ഡിതന്മാർ പറയും. അത് മഖ്ബറകളാണ്. അവിടെയാണ് സമത്വം. അടിമയും ഉടമയും മുതലാളിയും തൊഴിലാളിയും പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനും എല്ലാം ഒരുമിച്ച് ഒരേ സൊഫിൽ, ഒരേ മണ്ണിൽ, ഒരേ മൈതാനത്ത് ഒരുമിച്ച് കിടക്കുന്ന സമഭാവനയോളം ലോകത്ത് സമത്വത്തിൻ്റെ അടയാളം വേറെവിടെയാണുള്ളത്? പള്ളിക്കാട്ടിലല്ലാതെ. ഐനൽ മുലൂക്ക്, ഇത് പാടുന്നത് സാധാരണ മനുഷ്യനല്ല, ഹബീബിന്റെ പ്രിയപ്പെട്ട അനുയായിയും സ്വഹാബിയും ഖലീഫയുമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഐനൽ മുലൂകുല്ലതി കാനത് ബിഇസ്സതിഹാ മിൻ കുല്ലി സൗബിൻ ഇലൈഹാ വാഫിദുൻ യഫിദു ഹൗദുൻ ഹുനാലിക മൗറൂദുൻ ബിലാ കദിബി. എല്ലാ രാജാക്കന്മാരും മണ്ണറയിലേക്ക് പോയി കഴിഞ്ഞില്ലയോ? എല്ലാ വീമ്പിളക്കിയവരും ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞില്ലയോ? ഇത് എന്റേതാണ്, എനിക്ക് വേണം ഈ നാട് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനവനെ എത്തിപ്പിടിക്കാൻ കഴിയാത്തതും എത്തിപ്പിടിക്കാൻ ശ്രമിച്ച, ലോകത്തെ നാട് പിടിക്കാൻ വേണ്ടി ചൈത്രയാത്രകൾ ചെയ്ത രാജാക്കന്മാരൊക്കെ എവിടെ പോയി? എല്ലാം മണ്ണിലേക്ക് ചേർന്നു കഴിഞ്ഞില്ലയോ? എന്തൊരത്ഭുതമാണ് ലോകം. ഐനൽ മുലൂകുല്ലതി കാനത് ബിഇസ്സതിഹാ മിൻ കുല്ലി സൗബിൻ ഇലൈഹാ വാഫിദുൻ യഫിദു. എത്രയോ സംഘം ആളുകൾ, രാജ്യത്തിന്റെ പ്രതിനിധികൾ ആ രാജാക്കന്മാരെ കാണാൻ വന്നിരുന്നുവല്ലോ. അവരൊക്കെ ഇപ്പൊ എവിടെ പോയി? എവിടെയാണ് അവരൊക്കെ? ഫിൽ മഖാബിർ, മഖബറകളിൽ കിടക്കുകയാണ്. ഹൗദുൻ ഹുനാലിക മൗറൂദുൻ ബിലാ കദിബി. അതുകൊണ്ട് എല്ലാവരും, ഈ ഉമറും പോകേണ്ടവർ തന്നെ, ഉമറും ഇവിടുന്ന് യാത്ര പോകും റളിയല്ലാഹു അൻഹു. പറയാൻ, ഞാനും ഇവിടുന്ന് യാത്ര പോകും, എല്ലാ മനുഷ്യരും യാത്ര പോകും. അങ്ങനെ ആ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗമസ്ഥാനം എന്ന് പറയുന്നത് പുണ്യ ഹബീബിന്റെ ഹൗദൽ കൗസറിന്റെ അരികത്ത് പോകുന്ന നേരമാണ്. ആ ഒരു വെള്ളം കുടിക്കാൻ മനുഷ്യൻ ദാഹിക്കുന്ന ഒരു സമയമുണ്ട്.
ഒരു ദിവസത്തെ നോമ്പെടുത്താൽ നമുക്ക് നോമ്പ് മുറിക്കാൻ ദാഹിക്കുന്ന ദാഹമെന്ന് ഓർത്തു നോക്കൂ. മഗ്രിബിന്റെ വാങ്ക് വിളിക്കാൻ നമ്മൾ കാതോർക്കുന്ന ആകാംക്ഷയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സനതിൻ മിമ്മാ തഉദ്ദൂൻ. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ് മഹ്ശറയുടെ ദിവസമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ആ ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ദാഹം എത്ര വലിയ ദാഹമായിരിക്കും. ഹൗലുൻ ഹുനാലിക മൗറൂദുൻ ബിലാ കദിബി. തീർച്ചയായും ഒരിറ്റ് വെള്ളം വേണമെന്ന് മനുഷ്യൻ കൊതിക്കുന്ന ഒരു നേരമുണ്ട്. ആ വെള്ളം നൽകപ്പെടുന്ന ഒരേ ഒരിടം നാളെ ഹബീബിന്റെ കൗസറാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ ലാ ബുദ്ദ മിൻ യൗമിഹി لا بد من ورده يوما كما وردوه. ആ ഒരു നാളിലേക്ക് വേണ്ടി കാത്തിരിക്കുന്നവനല്ലയോ മനുഷ്യൻ. യൗവനം തൊട്ട് ഓടിച്ചാടി ഉണ്ടാക്കിയ കാശുകൾ എന്തായി? പണം എവിടെ പോയി? സമ്പാദ്യം എവിടെ പോയി? ഉണ്ടാക്കി വെച്ച ബാങ്ക് ബാലൻസുകൾ എവിടെ പോയി? എല്ലാം മണ്ണറയിലേക്ക് പോകുന്ന മനുഷ്യൻ ഇവിടെ ഇട്ടേച്ചുകൊണ്ടല്ലേ പോകുന്നത്. ആകെ വേണ്ടത് ഒരിറ്റു ദാഹജലമാണ്. ആ ദാഹജലം നൽകുന്നതോ ലോകത്തിന്റെ റഹ്മത്തായി വന്ന അൽ റഹ്മത്തുൽ മുഹ്ദാ സഫ്വത്തുല്ലാഹി ഫീ ഖൽഖിഹി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ അരികത്തേക്ക് നമ്മൾ എത്തേണ്ടതുണ്ടല്ലോ. അവരൊക്കെ പോയ പോലെ നമ്മളും എത്തേണമല്ലോ എന്ന് പറഞ്ഞ് ഹൗലുൽ കൗസറിന്റെ കഥ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികൾ അവസാനിപ്പിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലജ്നാനിലെത്തി നിൽക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ നേർചിത്രമാണത്. ആരായിരുന്നു ഉമർ എന്നവർ? ഈ കിസ്റയും കൈസറും. ഉമർ എന്നവർ വരുന്നു, ഉമർ എന്നവർ പറയുന്നുണ്ട്, ഉമർ എന്നവർ ചോദിക്കുന്നുണ്ട്, ഉമർ എന്നവർ ആവശ്യപ്പെടുന്നുണ്ട് എന്ന മെസ്സേജ് വരുമ്പോഴേക്കും തഹ്തസ്, അവരുടെ സിംഹാസനങ്ങൾ പിടക്കുമായിരുന്നു, വിറയുമായിരുന്നു. ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മണ്ണിൽ തലവെച്ചുകൊണ്ട് ലഅല്ലല്ലാഹ യർഹമു ദഅഫീ, മണ്ണ് കവിളിൽ ചേർത്ത് വെച്ച് പരിശുദ്ധമായ മിനാ താഴ്വരയിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മണ്ണിൽ കിടക്കുമ്പോൾ സ്വഹാബ് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവേ, എന്തിനാണ് നിങ്ങൾ ഈ മണ്ണിൽ കിടക്കുന്നത്? മുഖത്തുനിന്ന് മണ്ണൊന്ന് മാറ്റിക്കൂടെ എന്ന് പറയുമ്പോൾ മഹാനവറുകൾ പറയുന്ന മറുപടിയുണ്ട്, ലഅല്ലല്ലാഹ യർഹമു ദഅഫീ, എൻ്റെ ഈ ദുർബലത കാണുമ്പോൾ അല്ലാഹു എന്നോട് റഹ്മത്ത് തോന്നിയെങ്കിലോ, ആ റഹ്മത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലാ ലീ വലാ അലയ്യ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുമ്പോൾ ചില ആളുകളൊക്കെ വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഉഹന്നീകൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ടല്ലോ അമീറുൽ മുഅ്മിനീൻ, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? വയറിന് കുത്തേറ്റ് കുടൽമാലകൾ പുറത്തേക്ക് വന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ വയറ്റിൽ നിന്ന് വരുന്ന രക്തം പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ ആ വയറിലൊന്ന് കൈവച്ചു നോക്കുമ്പോൾ എൻ്റെ കൈ എൻ്റെ പിതാവിൻ്റെ വയറ്റിനുള്ളിലേക്ക് കടക്കുന്നത് ഞാൻ കണ്ടു. അത്രമേൽ ആഴത്തിൽ മുറിവ് പറ്റി കിടക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ആളുകൾ വന്ന് മഹാനവറുകളെ ആശ്വസിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. വരുന്നവരിലുണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഹബ്റുൽ ഉമ്മ. ഈ ഉമ്മത്ത് കണ്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ തലയെടുപ്പുള്ള ഖുർആൻ മുഫസ്സിറും ഹബീബിന്റെ ഇബ്നു അമ്മുമായ മഹാനായ സയ്യിദും തങ്ങളുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അമീറുൽ മുഅ്മിനീൻ, طالما سمعنا رسول الله صلى الله عليه وسلم يقول ذهبت أنا وأبو بكر وعمر خرجت أنا وأبو بكر وعمر دخلت أنا وأبو بكر وعمر. أمير المؤمنين,
പുണ്യ റസൂൽ എത്ര തവണയായിരുന്നു പറഞ്ഞത്? ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും പോകുമ്പോൾ, ഞാനും അബൂബക്കറും ഉമറും വരുമ്പോൾ, ഞാനും അബൂബക്കറും ഉമറും കടന്നു ചെല്ലുമ്പോൾ, ഇങ്ങനെ നിങ്ങളുടെ പേര് ചേർത്ത് പറയാത്ത, നിങ്ങളെ ചേർത്ത് വിളിക്കാത്ത അവസരങ്ങളുണ്ടോ ഉമറേ? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് സ്വർഗമല്ലേ? ഹനീ അല്ലകൽ ജന്ന എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തലക്കരികിൽ വന്നുകൊണ്ട് സ്വഹാബിമാർ മരണത്തോട് നേർചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, മരണത്തെ പുൽകാൻ പോകുന്ന ലോകത്തിന്റെ പ്രഗത്ഭനായ അമീറുൽ മുഅ്മിനീൻ എന്ന് ലോകം ഓമന പേരിട്ട് വിളിച്ച ഖുലഫാഉർ റാഷിദീങ്ങളുടെ തലയെടുപ്പുള്ള ഖലീഫയായ ഥാനിൽ ഖുലഫാ സാഹിബ് റസൂലില്ലാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗം ആശംസ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വന്നപ്പോ ഈ ഉമർ എന്നവർ പറഞ്ഞ വാക്കാണ് വദിച്ചു. നിങ്ങളൊന്ന് നിർത്തുമോ? ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. എന്നെക്കുറിച്ചുള്ള പുകഴ്ത്തലൊന്ന് നിർത്തുമോ? നിങ്ങളാരും എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയല്ലേ, നിങ്ങളാരും എന്നെ ഇങ്ങനെ പൊക്കി പറയല്ലേ. ഞാനും ഹബീബും ജീവിച്ച കാലഘട്ടത്തിലെ ആ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു വലിയ ആളാണെന്ന് പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന് നിർത്തുമോ? വദിച്ചു ലൗ അഖ്റുജു മിൻഹാ കഫാഫാ, ഈ ലോകത്ത് നിന്ന് ഞാൻ എൻ്റെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കഫാഫൻ, ഉമറിന് ഒരു നേട്ടവുമില്ല, എന്നാൽ ഉമറിന് നഷ്ടവുമില്ല. അത്ര മതി, ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഉമർ നാളെ നരകത്തിലേക്ക് പോകരുത്, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടണം, ആഗ്രഹമുണ്ട്, അവകാശമില്ല ഉമറിന്. വദിച്ചു, ഞാൻ കൊതിക്കുകയാണ്. ലൗ അഖ്റുജു മിൻഹാ കഫാഫൻ ലാ അലയ്യ വലാ ലീ, എനിക്ക് അനുകൂലമോ എനിക്ക് പ്രതികൂലമോ അതൊന്നുമല്ല ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, ഒന്ന് ഈമാൻ സലാമത്തായാൽ മതി. ഇത് മാത്രമേ ഉമർ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ പറച്ചിലൊന്ന് നിർത്തുമോ എന്ന് വയറ് കീറി നിന്ന് ചോര കൊണ്ട് കുളിച്ചു നിൽക്കുമ്പോൾ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നോക്കണേ, ഇത്രമേൽ ത്യാഗം ചെയ്ത ഒരു മഹാൻ അവസാന നേരത്ത് പറയുന്ന ഈ വാക്കുകൾ മനുഷ്യ ജീവിതത്തിൻ്റെ മൂല്യവും, ജീവിതം എന്താണ്, എവിടേക്കാണ് നമ്മൾ ഈ കിതക്കുന്നത്, എന്തിനെ ഓടിപ്പിടിക്കാനാ നമ്മൾ ഈ പെടാപ്പാടപ്പെടുന്നത്, നമ്മൾ പലിശക്ക് കൊടുക്കുന്നത്, പലിശക്ക് വാങ്ങിക്കുന്നത്, ആർഭാടം നടത്തുന്നത്, നുണ പറയുന്നത്, തോന്നിവാസങ്ങൾ ചെയ്യുന്നത്, അരുത് എന്ന് പടച്ചവൻ പറഞ്ഞത് വാരി തിന്നുന്നത് എന്തിനാണ്? അവസാനം എന്താ കിട്ടാനുള്ളത്? ഈ ഒരു മരണത്തിലേക്ക് പുലുകുമ്പോൾ എന്താ നമുക്ക് ഉപകാരത്തിന് വരുന്നത്? നോക്കണേ, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്ക് നമ്മൾ ഓൽക്കുമ്പോൾ തിന്മകളിലേക്ക് മനുഷ്യൻ പോകാതെ നമ്മുടെ ഈമാനിനെ മുറുകെ പിടിച്ച് ഇനിയുള്ള ശ്വാസങ്ങൾ നമുക്ക് ബാക്കിയുള്ളത് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പടച്ചവൻ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ കഴിയണം എന്ന ഒരു ദൃഢപ്രതിജ്ഞ ഈ സദസ്സിൽ നമ്മൾ എടുക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ ഇന്ന نسألك الجنة ونعيمها اللهم إنا نسألك إيمانا يباشر قلوبنا. അള്ളാഹു ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടറിയുന്ന ഈമാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിച്ചു തരുന്ന ഈമാൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കുളിർമ നൽകുന്ന ഈമാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഇൻദഹു മഫാതിഹുൽ ഗൈബ് وعنده مفاتح الغيب لا يعلمها إلا هو وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. മനുഷ്യൻ എത്ര ദുർബലനാണ്, മനുഷ്യന്റെ സൃഷ്ടാവായ പടച്ചവൻ എത്ര വലിയ ഉന്നതനാണ്. കാശിന് വേണ്ടിയാണ് മനുഷ്യൻ കൊലപാതകങ്ങൾ വരെ നടത്തുന്നത്, അല്ലേ? മാതാപിതാക്കളെ വരെ ശ്വാസം മുട്ടിച്ച് മനുഷ്യൻ കൊല്ലുന്നത് നാണയത്തുട്ടുകൾക്ക് വേണ്ടി മാത്രം. കടകമ്പോളങ്ങൾ കുത്തിത്തുറക്കുന്നത്, കൊള്ളകൾ നടത്തുന്നത് എന്തിന്?
ശ്വാസം എപ്പോൾ നിലക്കുമെന്ന് പോലും അറിയാത്ത ഒരു ജീവിതത്തിന് വേണ്ടി. എന്നാൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനം നോക്കണേ, വഇൻദഹു മഫാതിഹുൽ ഗൈബ്. ഒരു കണ്ണും കാണാത്ത, ഒരാളും അറിയാത്ത, ഒരാളും അറിഞ്ഞിട്ടില്ലാത്ത അദൃശ്യമായ ലോകത്തിന്റെ ഖസാനകൾ, ഖജനാവുകൾ ആ പടച്ചവന്റെ കയ്യിലാണ് അവയുടെ താക്കോലുകൾ ഉള്ളത്. ആ പടച്ചവനിലേക്കൊന്ന് കൈയുയർത്തി ഒന്ന് മനസ്സു തട്ടി ദുആ ചെയ്യേണ്ടതിന് പകരം നമ്മൾ ദുർബലമായ നമ്മുടെ ഈമാന് കൊണ്ട് ഹറാമിലേക്ക് പോവുകയല്ലേ, പലിശ ഇടപാടുകളിലേക്ക് പോവല്ലേ. എന്തിനും പണയം, എന്തിനും ബാങ്കിനെ ആശ്രയിച്ചിട്ട്, എന്തിനും പലിശയെ ആശ്രയിച്ചിട്ട്. ഒന്ന് പടച്ചവനോട് ഒന്ന് ഖിയാമുൽ ലൈലിൽ എഴുന്നേറ്റ്, റബ്ബേ കടക്കാരനാണ് റബ്ബേ, അല്ലാഹുവേ അല്ലാഹുമ്മ അൻതൽ ഗനി, നീ സമ്പാദ്യമുള്ളവനാണ്, നീ ഗനിയാണ്, നീ മുതലാളിയാണ് റബ്ബേ. വ അനൽ ഫഖീർ, ഞാൻ ഫഖീറാണ് റബ്ബേ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. റബ്ബേ നീ എനിക്ക് അനുഗ്രഹം തരണം. പടച്ചവനോട് നമുക്ക് ചോദിക്കാൻ നേരമില്ല. ഒരു ബാങ്ക് മാനേജറെ അപ്പോയിൻമെൻ്റ് എടുത്ത് കൂടെ ഇരുന്ന് കസേരയിട്ട് 2 മണിക്കൂർ നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ പ്രയാസവും നമ്മുടെ ദാരിദ്ര്യവും വിശദീകരിച്ചു കൊടുത്ത് ഒരു ലോണ് പാസ്സാക്കി തരാൻ കയ്യും കാലും പിടിച്ച് മനുഷ്യരുടെ പിന്നാലെ നടക്കാൻ നമുക്ക് സമയമുണ്ടല്ലേ? റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് അല്ലാഹുമ്മ അഗ്നിനി എന്ന് പറയാൻ നമുക്ക് നേരമില്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ? അല്ലാഹുമ്മ അഗ്നിനി അൻ ഹറാമിക്. പടച്ചവൻ അല്ലാഹുമ്മ അഗ്നിനി, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക്. പടച്ചവനെ എനിക്ക് ഹറാമ് വേണ്ട റബ്ബേ, എനിക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം താ. പടച്ചവനെ എനിക്ക് തിന്മകൾ വേണ്ട, എനിക്ക് നിനക്ക് ത്വാഅത്ത് ചെയ്യണം, എനിക്ക് തൗഫീഖ് താ. പടച്ചവനെ മനുഷ്യരുടെ ഔദാര്യം എനിക്ക് വേണ്ട റബ്ബേ, നീയായിട്ട് എനിക്ക് നിന്റെ ഔദാര്യം എനിക്ക് താ. വബിഫദ്ലിക അമ്മൻ സിവാക്. ഇത് ചോദിക്കാൻ മനുഷ്യന് സമയമല്ല. വഇൻദഹു മഫാതിഹുൽ ഗൈബ്, വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു. പടച്ചവനല്ലാതെ ആ ഖസാനകളുടെ മിഫ്താഹുകളെ കുറിച്ച് പടച്ചവനല്ലാതെ അറിയില്ല. ആ റബ്ബിനോട് ഒന്ന് കൈയുയർത്തി ചോദിക്കാൻ അടിമകൾക്ക് സമയമില്ല. അടിമകൾ ഓടുന്നത് അടിമകളിലേക്ക്, മനുഷ്യൻ ഓടുന്നത് മനുഷ്യന്റെ മുമ്പിലേക്ക്. മനുഷ്യന് സബബാണ്, ഞാൻ അതിനെ നിഷേധിക്കുകയല്ല. അള്ളാഹു അസ്ബാബുകളെ കൊണ്ട് നടത്തുന്ന ലോകമാണിത്. അസ്ബാബുകളുണ്ട് ഇവിടെ, പക്ഷേ മുസബ്ബിബിനെ മറന്നുകൊണ്ട് അസ്ബാബുകളിലേക്കല്ല നമ്മൾ പോകുന്നത്, മുസബ്ബിബിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഒരു മുസ്ലിമും ഇസ്ലാം അംഗീകരിക്കാത്ത മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്താൽ ആ ഗിഫ്റ്റ് കൊണ്ട് സന്തോഷിക്കുന്നു മനുഷ്യൻ, അല്ലേ? ഒരു മുഅ്മിൻ ഈ ഗിഫ്റ്റ് എനിക്ക് തന്നതിൻ്റെ നിമിത്തമാരാണ്, ആ ആൾക്ക് ശുക്ർ ചെയ്യുന്നു മുഅ്മിൻ. ഇതാണ് മുഅ്മിനും മുഅ്മിനല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും ശുക്ർ ചെയ്യുന്നവരാണ്, എല്ലാവരും ശുക്ർ. മനുഷ്യൻ ജന്മന നന്ദി ചെയ്യുന്നവനാണ്. ആ നന്ദി വസ്തുവിനോട് നന്ദി ചെയ്യുന്നവരുണ്ട്, ആ വസ്തുവിൻ്റെ നിമിത്തമായ സബബായ മുസബ്ബിബായ ഒരു പടച്ചതമ്പുരാന് ശുക്ർ ചെയ്യുന്നവരുണ്ട്. 2 ശുക്റും വേണം. മനുഷ്യർക്ക് നന്ദി ചെയ്യണം, മുസബ്ബിബായ അല്ലാഹുവിനെ നന്ദി ചെയ്യണം. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. ഭൂമിയിൽ ബർറ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്ന് മാത്രമല്ല, ഭൂമിയുടെ അന്തരീക്ഷം പോലും ഭൂമിയുടെ ഭാഗമാണ്. ഇവിടെ നിന്ന് മേലോട്ട് 80 കിലോമീറ്ററോ 400 കിലോമീറ്ററോ നീളുന്ന ഭൗമിക അന്തരീക്ഷ മണ്ഡലമടക്കമുള്ളതാണ് ഭൂമി, അർള് എന്ന് പറയുന്നത്. ഇതൊന്നും അർളിന്റെ പുറത്തല്ല, ആ അന്തരീക്ഷത്തിലാണ് മനുഷ്യൻ യാത്ര ചെയ്യുന്നത്, മനുഷ്യൻ നടക്കുന്നത്, മനുഷ്യൻ ഓടുന്നത്. ബർറും ബഹറും, ബഹറും അർളിന്റെ ഭാഗമാണ്. എല്ലാം അല്ലാഹുവിനറിയാം. എന്തിനേറെ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അല്ലാഹു അറിയാതെ ഒരു മരത്തിന്റെ ഇല പോലും പൊഴിഞ്ഞു പോകുന്നില്ല. ആരെങ്കിലും കണക്കെടുക്കുന്നുണ്ടോ എത്ര ഇലകൾ ഇവിടെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു ദിവസം, ഒരു രാവിലെ? അല്ലാഹുവിന്റെ അടുത്ത് കണക്കുണ്ട്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഇരുൾ മുറ്റി നിൽക്കുന്ന ഭൂമികക്കുള്ളിൽ എത്ര നനഞ്ഞതുണ്ട് ഉണങ്ങിയതുണ്ട് എന്ന് പോലും കൃത്യമായ രേഖകളാൽ രേഖപ്പെടുത്തിയവനാണ് അല്ലാഹു ജല്ല ജലാലു. അല്ലാഹു ജല്ല ജലാലു എല്ലാം രേഖപ്പെടുത്തി വെച്ചവനാണ്.
അതുകൊണ്ട് ആ റബ്ബിലേക്ക് മനുഷ്യൻ അംഗീകരിക്കുകയും മനസ്സുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുകയും ചെയ്യാൻ ഇനിയും എന്താണ് താമസം? യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. കാരുണ്യവാനായ അല്ലാഹുവിലേക്ക് ഒന്ന് കൈയുയർത്താനും പടച്ചവനെ ഒന്ന് ഓർക്കാനും ഒരു നേരം ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 100 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഒരു 33 തവണ സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ. ഉറങ്ങുമ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ 33 തവണ ഒന്ന് ചൊല്ലാൻ എന്തേ നിനക്ക് നേരം കിട്ടാത്തത്? അല്ലാഹു ചോദിക്കുകയാണ്, മാ ഗർറക ബിറബ്ബികൽ കരീം, നീ നിന്റെ കരീമിനെ മറന്ന് ഓടുകയാണല്ലേ. നിസ്കാരം കഴിഞ്ഞാൽ ഇമാമിന്റെ ഒരു ദുആഇന് പോലും കാത്തിരിക്കാൻ നേരല്ലാണ്ട് മനുഷ്യൻ ഓടുകയാ പള്ളിയെന്ന്. എന്ത്, എവിടേക്കായി ഓടുന്നത്? ഖജനാവുകളുടെ താക്കോലുകൾ പിടിച്ചു നിൽക്കുന്ന റബ്ബിന്റെ മുമ്പിൽ നിന്ന് ദഈഫായ ദുർബലനായ തന്നെപ്പോലെ മരണം കീഴടക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് ഒച്ചാനിച്ചു നിൽക്കാൻ, ആ റബ്ബിന്റെ മുമ്പിൽ തദറുഅൻ വഖുഫിയ, പേടിച്ചുകൊണ്ടും ഖേദിച്ചുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും പടച്ചവന്റെ മുമ്പിലിരുന്ന് കണ്ണുകൾ നനയാൻ മനുഷ്യന് സമയം കിട്ടുന്നല്ലേ. നമ്മൾ നോക്കണം, വല്ലാത്തൊരു ലോകമാണിത്. എല്ലാറ്റിനും നമുക്ക് സമയമുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രം സമയമില്ല. മൊബൈൽ ഫോൺ ഇരിക്കാൻ സമയമുണ്ട്, സീരിയൽ കാണാൻ സമയമുണ്ട്, സിനിമ കാണാൻ സമയമുണ്ട്, 3-4 മണിക്കൂറുകൾ നീളുന്ന ക്രിക്കറ്റ് മാച്ചുകൾ കണ്ടിരിക്കാൻ സമയമുണ്ട്. പടച്ചവന്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രം നമുക്ക് സമയമില്ല. നമ്മൾ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കണ്ടയോ? എവിടേക്കാണ് നമ്മൾ ഈ ഓടുന്നത്? ബഗ്ദാദിൽ നിന്നൊരു കവി, അന്ദുലുസ് എന്ന് പറയുന്നത് സ്പെയിനിന് പറയുന്ന പേരാണ്. സ്പെയിനിലേക്ക് ബഗ്ദാദിൽ നിന്ന് യാത്ര ചെയ്ത ഒരു കവിയുടെ ചരിത്രമുണ്ട്. അദ്ദേഹം പോയത് കടക്കണിയിൽപ്പെട്ടിട്ടാണ്. കടം കൊണ്ട് കുടുങ്ങിയിട്ട് അന്ദുലുസിയൻ രാജാവിനെ ചെന്ന് പുകഴ്ത്തി പാടിയാൽ അദ്ദേഹം പൈസ തരുമെന്ന് വിചാരിച്ച് അദ്ദേഹം ബഗ്ദാദിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്ര ചെയ്തു. ഇബ്നു സുറൈഖ് എന്നാണ് ആ കവിയുടെ പേര്. ബഗ്ദാദിൽ നിന്ന് സ്പെയിനിലേക്ക് എത്ര ദൂരം കാണും? അദ്ദേഹം പോകേണ്ടത് ഫലസ്തീൻ വഴി, സീനാ മരുഭൂമി വഴി ഈജിപ്തിലേക്ക്, കൈറോവിലേക്ക് കടന്ന് ലിബിയയും അൾജീരിയയും കടന്ന് അങ്ങ് മൊറോക്കോയുടെ ടാൻജിയറിലേക്ക് എത്തി അവിടെ നിന്ന് ബോട്ട് കടന്നിട്ട് വേണം അന്ന് സ്പെയിനിലേക്ക് പോകാൻ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യാൻ ചെലവുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള കാശൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം യാത്ര ചെയ്തു. ഇബ്നു സുറൈഖുൽ ബഗ്ദാദി എന്തിനാ പോകുന്നതെന്നറിയോ? അന്നത്തെ ഇന്നത്തെ സ്പെയിൻ, അന്ദുലുസ് എന്നാണ് അതിന് പറയാ. അറബിയിൽ അന്ദുലുസ് എന്ന് പറയുന്നത് സ്പെയിനാണ്. അൽമാനിയ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ചില വാക്കുകൾ സാമ്യതയില്ലാത്ത വാക്കുകൾ. മൊറോക്കോക്ക് മഗ്രിബ് എന്ന് പറയുള്ളൂ. നമ്മൾ മഗ്രിബ് ഇഷാ നിസ്കാരത്തിന്റെ പേരാന്ന് വിചാരിക്കും. മഗ്രിബ് മൊറോക്കോയാണ്. അസ്ബാനിയ എന്ന് പറയുന്ന സ്പെയിൻ, അന്ദുലുസ് ഒരുപാട് പണ്ഡിതന്മാരുള്ള നാടാണ്. മുസ്ലിം പണ്ഡിതരിൽ വലിയ പ്രതിഭാധനരായ ആലിമീങ്ങൾ കഴിഞ്ഞുപോയ നാടാണ് അന്ദുലുസ്. മുസ്ലിം സ്പെയിൻ എന്ന് പറയുന്ന 600 കൊല്ലത്തെ ലെഗസി കാത്തു സൂക്ഷിച്ച ഒരു രാജ്യം. ഇബ്നു സുറൈഖ് ബഗ്ദാദിൽ നിന്ന് യാത്രയായി. പോകുന്ന ചെലവും കഴിച്ചിട്ട് ഒരുപാട് സംഖ്യ ഈ രാജാവ് കൊടുക്കും. അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ബഗ്ദാദിൽ വന്ന് കടം വീട്ടാൻ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തതാണ്. മനുഷ്യനെ കൊതിക്കുമ്പോൾ, മകളെ കല്യാണം വരുമ്പോൾ ലിസ്റ്റ് ഇടുകയാണ്. ജേര് എന്തായാലും 1 ലക്ഷം തരും. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ മിനിമം ഒരു 50,000 കിട്ടുമായിരിക്കും. പിന്നെ അവിടെ ചെന്നാൽ ഈ ലിസ്റ്റൊക്കെ ഇട്ട് ചെന്ന് നോക്കുമ്പോൾ 1 ലക്ഷം തരുമെന്ന് പറഞ്ഞ ആളെ കാണാൻ തന്നെ അല്ല, 50,000 പറഞ്ഞ ആൾ 500 രൂപ തന്ന് വിട്ടു. ഇങ്ങനെ ഒരു മനുഷ്യന് സംഭവിച്ചാൽ എന്തായിരിക്കും? അതാണിവിടെ ഇബ്നു സുറൈഖ് അൽ ബഗ്ദാദിക്ക് സംഭവിച്ചത്. അദ്ദേഹം സ്പെയിനിലെത്തി, പാട്ടം കെട്ട് പാടി തുടങ്ങി. രാജസദസ്സിൽ പേരുകേട്ട ബഗ്ദാദിയായ കവിയാണ് ഈ വന്നിരിക്കുന്നത്.
പാട്ടങ്ങ് ജോറായിട്ട് പാടി രാജാവിനെ അങ്ങ് പുകഴ്ത്തിയിട്ടങ്ങ് തലയിൽ കൊണ്ടുപോയി വെച്ച്, കവികളിൽ ചില ആളുകൾ കവിത കൊണ്ട് കൊല്ല ചെയ്യപ്പെട്ടു പോയ പാട്ട് പാടിയിട്ട് ജീവൻ പോയ ആളുകളുണ്ട്. ആ പാട്ടിന്റെ പരിണത ഫലം കൊണ്ട് കൊല്ലപ്പെട്ട ആളുകൾ, മുത്തനബിയെ പോലെയുള്ള ആളുകൾ അങ്ങനെയാണ്. കവികൾ അന്നത്തെ ഫേസ്ബുക്ക് ലൈവാണ് കവികൾ എന്ന് പറഞ്ഞാൽ. അവരങ്ങ് പറഞ്ഞാൽ പിന്നെ ലോകത്തെല്ലാം എടുത്തെത്തും. അവരാണ് ലൈവിൻ്റെ ആളുകൾ. ഇന്നത്തെ ലൈവ് എന്ന് പറയുന്നത് അന്നത്തെ കവികളാണ്. ഇയാളങ്ങട്ട് പാട്ടുപാടി രാജാവിനെ പുകഴ്ത്തി രാജാവ് സമ്മാനം കൊടുക്കുകയാണ്. സമ്മാനം തുറന്നു നോക്കുമ്പോൾ ബഗ്ദാദിൽ നിന്ന് സ്പെയിനിലേക്ക് വരാനെടുത്ത ചെലവിൻ്റെ 1/4 പോലും ഈ പൈസല്ല. അയാൾക്ക് അങ്ങോട്ട് സങ്കടം പൊട്ടി. അയാൾ സ്പെയിനിൻ്റെ കടലിൻ്റെ മെഡിറ്ററേനിയൻ്റെ ഓരത്ത് വന്നിരുന്നൊരു പാട്ടുപാടി. അപ്പോൾ കൂടെ കുറേ ആൾക്കാരുണ്ട്. അവരത് പാട്ട് കേൾക്കുമ്പോഴേക്കും മനപ്പാടാക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനശ്വരമായ ചില വരികളുണ്ട്. ആ വരികളിൽ അദ്ദേഹം ഞാനൊരു മനുഷ്യനിൽ എൻ്റെ തവക്കുല് കൊണ്ടുപോയി വെച്ചപ്പോൾ എനിക്ക് സംഭവിച്ചതിൻ്റെ പരിണിത ഫലമേ എന്ന് പറഞ്ഞ് അദ്ദേഹം സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് ഞാൻ രക്ഷപ്പെടും, എൻ്റെ കടം വീടുമെന്ന് വിചാരിച്ച് ബഗ്ദാദിൽ നിന്ന് ഇത്ര വരെ യാത്ര ചെയ്തു വന്നിട്ട് ഞാൻ ചെലവഴിച്ച യാത്രാ ചെലവ് പോലും എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ 1/4 പോലും ഇദ്ദേഹം തന്ന സമ്മാനം കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല. ഇനി ബഗ്ദാദിലേക്ക് ഞാനെങ്ങനെ തിരിച്ചു പോകും? മനുഷ്യൻ്റെ ഒരു ദുര്യോഗമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പാടിയ ഒരുപാട് വരികളുള്ളൊരു കവിതയുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിക്കുകയാണ്. ഇന്ന സമാന أراه في الرحيل غنى ولو إلى السد أضحى وهو يقطعه وما مكابدة الإنسان واصلة رزقا ولا دعة الإنسان تقطعه. മനുഷ്യൻ അധ്വാനിച്ചിട്ട് ചിലർ പറയില്ലേ, ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത കച്ചവടമാണിത്, ഞാൻ അത്രക്ക് അധ്വാനിച്ചിട്ടുണ്ട്. കേൾക്കണോ? നിങ്ങളെക്കാളും അധ്വാനിച്ച ആളുകൾ ഇപ്പുറത്ത് വേറുണ്ട്. അവർക്കിങ്ങനെ കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അധ്വാനമല്ല, അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ തൗഫീഖും കൂടെ വന്നപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു. അതാണ് നിങ്ങളുടെ അധ്വാനം മാത്രമല്ല. വമാ മുകാബദതുൽ ഇൻസാനി വാസിലതുൻ റിസ്ഖൻ വലാ ദഅതുൽ ഇൻസാനി തഖ്തഉഹു. അധ്വാനം കൊണ്ട് മനുഷ്യന് പൈസ കിട്ടണം എന്നില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ ബഗ്ദാദിൽ നിന്ന് യാത്ര പോയ ആയിരക്കണക്കിന് കിലോമീറ്ററുകളെ കൊണ്ട് ഇയാൾക്ക് നേട്ടം കിട്ടണമായിരുന്നു. കിട്ടിയിട്ടില്ല. ഖദ് ഖസ്സമല്ലാഹു റിസ്ഖന്നാസി ബൈനഹും ലം യഖ്ലുഖില്ലാഹു മിൻ ഖൽഖിൻ യുളയ്യിഉഹു. വായ കീറി തന്ന പടച്ചവനുണ്ടോ? മനുഷ്യനെ പട്ടിണിക്കിടുന്നു. ആ പടച്ചവൻ മനുഷ്യന്റെ റിസ്ക് ആകാശലോകത്തെ ലൗഹുൽ മഹ്ഫൂദിനപ്പുറത്ത് പടച്ചവൻ രേഖപ്പെടുത്തി വെച്ചതാണ്. എന്തിനാണ് മനുഷ്യൻ ഈ നെട്ടോട്ടമോടുന്നത്? ലകിന്നഹും കല്ലഫൂ ഹിർസൻ ഫലസ്ത തറാ മുസ്തർസിഖൻ വസിവൽ ഗായാതി തഖ്തുഖ്നിഉഹു. അള്ളാഹുവിൻ്റെ ഖിസ്മത്ത് ചോദിക്കാതെ, പടച്ചവനോട് റിസ്ക്കിനെ ആവശ്യപ്പെടാതെ, ഒരു ദുആ കൊണ്ട് പോലും അള്ളാഹുവിനോട് റിസ്ക് ചോദിക്കാതെ എൻ്റെ അധ്വാനം മാത്രം, എൻ്റെ കഴിവ് മാത്രം, എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം, എൻ്റെ ക്വാളിഫിക്കേഷൻ മാത്രം, എനിക്ക് എക്സാമിൽ കിട്ടിയ മാർക്ക്, ഈ മാർക്ക് ഷീറ്റ് കൊണ്ട് എനിക്ക് രക്ഷ കിട്ടൂ എന്ന് വിശ്വസിച്ചവർ സർട്ടിഫിക്കറ്റ് കൊണ്ട്, ക്വാളിഫിക്കേഷൻ കൊണ്ട്, കഴിവുകൾ കൊണ്ട്, സിദ്ധി കൊണ്ട് റിസ്ക് ലഭിക്കാത്ത എത്ര ആളുകളെ നിങ്ങൾ കാണുന്നുണ്ട്. അസ്തൗദിഉല്ലാഹ ഫീ ബഗ്ദാദ ലീ ഖമറാ ബിൽ ഖർഖി മിൻ ഫലകിൽ അസ്റാരി മത്ലഉഹു. ബഗ്ദാദിലെ എൻ്റെ കടങ്ങളെല്ലാം ബാക്കി വെച്ച് എൻ്റെ അതിസുന്ദരിയായ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും അവിടെ ഇട്ടേച്ചു പോകുന്ന ഞാൻ എങ്ങനെയാണ് ഇനി ബഗ്ദാദിലേക്ക് തിരിച്ചു പോകുന്നത്? വകം തശബ്ബത ബി ഉമിർ റഹീലി ളുഹൻ വഅജ്മുഇ മുസ്തഹില്ലാതുൻ വഅജ്മുഉഹു ലാ അക്ദബ അല്ലാഹു സൗബൽ ഉംരി മുൻഖരിഖുൻ അന്നി ബിഫർഖതിഹി ലാകിൻ ഉറഖിഉഹു. അല്ലാഹു നൽകുന്ന നിഅമത്തല്ലാതെ
പടച്ചവൻ നൽകുന്ന ഔദാര്യമല്ലാതെ എന്താണ് മനുഷ്യൻ ഇവിടെ ബാക്കിയുള്ളത്? ഞാൻ കൊതിച്ചുപോയി ഒരു രാജാവിൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന്. എന്നിട്ട് നിരാശയല്ലാതെ എന്താണ് എനിക്ക് ബാക്കിയുണ്ടായത്? എന്തേ? ഖസാനകളുടെ എല്ലാറ്റിൻ്റെയും ഖസാനകളുടെ ഉടമസ്ഥനായ റബ്ബിലേക്ക് മുഖം തിരിക്കാതെ, എൻ്റെ റബ്ബിനോടൊന്ന് പറയാതെ, എൻ്റെ റബ്ബിനോടൊന്ന് ആവശ്യപ്പെടാതെ, മനുഷ്യൻ്റെ കീശയിലേക്ക് നോക്കിയിട്ട് മനുഷ്യരെനിക്ക് തരും, എൻ്റെ മുതലാളി തരും, നാട്ടുകാർ തരും എന്ന് വിചാരിച്ച് നടന്നിടത്ത് ഞാൻ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് പറഞ്ഞ് ഇബ്നു സുറൈഖിൽ ബഗ്ദാദിയുടെ വരികൾ. അതുപോലെ ഒരു അബദ്ധം പറ്റുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് പണ്ഡിതന്മാർ അവരുടെ രേഖകളിൽ ഈ പാട്ടുകളൊക്കെ രേഖപ്പെടുത്തിയത്. ഇത് മനുഷ്യന് സംഭവിക്കുന്നതാണ്. നമ്മൾ വിചാരിച്ചു അങ്ങനെ ആയിരിക്കുന്നു, നടന്നില്ല, നടക്കണമെന്നില്ല. എന്തേ? ഖസാനകളുടെ ഉടമസ്ഥൻ അല്ലാഹുവാൻ. കഴിവുകളുടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു നൽകുന്ന കഴിവല്ലാതെ മനുഷ്യന് കഴിവില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യൻ പടച്ചവനിലേക്കല്ലാതെ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ജനാബിൽ നിന്ന് മനുഷ്യൻ ഓടുന്ന ഓട്ടമാണ് പാപങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക് ചെന്ന് പതിക്കുന്നത്. തെറ്റുകൾ എന്ന് പറയുന്നത് കുല്ലു ജരീമത്തിൻ ഷഖ്ഖുൻ ഫിൽ അർദ്. മഹാന്മാർ പറയാൻ, എല്ലാ തിന്മകളും ഈ ഭൂമിയെ പിളർത്തുന്നത് പോലെയാണ്. ഒരുപാട് ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ ഭൂമി പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പിളർപ്പിലേക്ക് മനുഷ്യൻ വന്ന് വീഴുകയാണ്. അതുകൊണ്ട് തിന്മകളെ ഉച്ചാടനം ചെയ്യപ്പെടുന്ന ഒരു ലോകം, അത് സ്വപ്നം കാണുക അല്ല നമ്മൾ ചെയ്യുന്നത്, പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകന്മാരത് ചെയ്തവരാണ്. നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് ചെയ്തു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു നൂഹ് നബിയോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ദഅവത്ത് ചെയ്തോ? ദഅവതു ഖൗമി ലൈലൻ വനഹാറ. എൻ്റെ സമൂഹത്തെ റബ്ബേ, രാവിലും പകലിലും ഞാൻ ദഅവത്ത് ചെയ്തിട്ടുണ്ട്, മെല്ലെയും ഉറക്കയും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, രഹസ്യമായും പരസ്യമായും ഞാൻ അവരിൽ ഇടപെട്ടിട്ടുണ്ട് റബ്ബേ. എന്നല്ലാതെ നൂഹ് നബിയെ 950 കൊല്ലം കൊണ്ട് 80 ആളില്ലേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ, എണ്ണം താ എന്ന് അല്ലാഹു ചോദിക്കില്ലെന്നാണ്. നമ്മുടെ ജഹദ്, നമ്മുടെ തകല്ലുഫ്, നമ്മൾ ചെയ്ത അധ്വാനത്തിനാണ് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത്. റിസൾട്ട് അല്ലാഹുവാണ് നൽകുന്നത്. പുണ്യനിബിതങ്ങൾ മക്കയിൽ ജീവിച്ചിരിക്കെ, മദീനയിൽ ജീവിച്ചിരിക്കെ അവിടെ ഹബീബിനെ വിശ്വസിക്കാതെ പോയ ആളുകളില്ലേ? മനുഷ്യൻ അധ്വാനിക്കേണ്ടവനാണ്, പ്രതിഫലം നൽകുന്നത് അല്ലാഹുവാണ്. നമ്മളിവിടെ ചിന്തിക്കുന്നത് തിന്മകൾ എന്ന് പറയുന്ന മഹാപാതകങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണുന്ന അവസ്ഥ വരരുത്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്സാരന്മാരാണ്. അതുകൊണ്ട് എല്ലാ തെറ്റുകളും ഗൗരവമുള്ളതാണ്. എന്തുകൊണ്ട്? ആരെയാണ് നമ്മൾ ധിക്കരിക്കുന്നത് എന്ന് നോക്കണം. ഇത് ചെറിയ തെറ്റല്ലേ, ഇത് കറാഹത്തല്ലേ ഉള്ളൂ, ഇത് സഗീറത്തല്ലേ, ഇത് വൻപാപൊന്നും അല്ലല്ലോ എന്ന് പറയരുത്. ലാ തൻദുർ ഇലാ സിഗരിൽ മഅസിയ വൻദുർ ഇലാ അളമതി മൻ തഅസി. ആരെയാണ് നമ്മൾ ധിക്കരിക്കുന്നത് എന്ന് നോക്കണേ. തെറ്റിൻ്റെ ചെറുപ്പ വലുപ്പത്തിലേക്കല്ല നോക്കേണ്ടത്. ഈ തെറ്റ് ആർക്കെതിരാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ആൾ ആരാണ്? അത് അല്ലാഹു ജല്ല ജലാലുവാണ്. അതുകൊണ്ട് കുല്ലു സഗീറത്തിൻ ഇൻദൽ മുഅ്മിനി കബീറ. ഒരു വിശ്വാസിയുടെ കണ്ണിൽ ഏത് ചെറുതെറ്റും വലിയ തെറ്റ് തന്നെയാണ്. തിന്മകളെ തിന്മകളല്ലാതെയായി കാണുന്ന ഒരു കാലം വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. തിന്മകൾ ഇന്ന് സുലഭമാണ്. 1-2 വിഷയങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മഹാനായ തങ്ങളവറുകൾ ഇവിടേക്ക് എത്തി സനദ് ദാനം നടത്താനിരിക്കുകയാണ്. ആ സനദ് ദാനം നടക്കുന്നത് വരേക്കുമുള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക മാത്രമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വർഗഭോഗം എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും മോശപ്പെട്ട തിന്മ ഹബീബിൻ്റെ കാലഘട്ടത്ത് ഇസ്ലാമിക ലോകത്ത് കണ്ടിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അത് മദീനയിലല്ല. ഇസ്ലാമിക ലോകത്തേക്ക് പല സംസ്കാരങ്ങളിലുമുള്ള ആളുകൾ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അറേബ്യയുടെ പുറമെ നിന്ന് കടന്നു വന്ന ചില വിഭാഗം ആളുകൾ അവരുടെ മുൻ ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ മുൻ ജീവിതത്തിൽ
ചെയ്തു പോന്നിരുന്ന ചില തിന്മകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഒട്ടിച്ചേർന്ന് കിടന്നിരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിൽ പുറത്തു വരികയുണ്ടായി. ഞാനിത് പറയുമ്പോൾ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന നമ്മുടെ മക്കള്, കൊച്ചുമക്കള്, ആണുങ്ങൾ പെണ്ണിൻ്റെ കോലം കെട്ടുന്നത്, പെണ്ണുങ്ങൾ ആണിൻ്റെ കോലം കെട്ടുന്നത്, ആണും ആണും കല്യാണം കഴിക്കുന്നത്, പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ നിയമം, ആ നിയമം എന്തോ, ആ നിയമത്തിനനുസരിച്ച് ആർക്കും ഇവിടെ ജീവിക്കാം. പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു മുസ്ലിം അവൻ്റെ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തിന്മകൾ തിന്മകളാണ്. തിന്മകളെ ഒരുപാട് തവണ കാണുമ്പോൾ അത് തിന്മയല്ലാതായി മാറുന്നുണ്ടോ? എത്ര നിസ്സാരമായിട്ടാണ് ഗെയ്സ് ആൻഡ് ലെസ്ബിയൻസ് എന്ന് പറയുന്ന ലിവാച്ച് നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നത്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഹബീബ് പറഞ്ഞ വിഷയമാണിത്. സ്വല്ലല്ലാഹു ഇന്ന മിൻ അമാറാത്തി സ്സാഅ അൻ യക്തഫിയ الرجال بالرجال والنساء بالنساء ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ വിവാഹം വേണ്ടെന്ന് മനുഷ്യൻ പറയുകയും ഒരു പുരുഷൻ എനിക്കൊരു പുരുഷനെ മതിയെന്നും ഒരു പെണ്ണെനിക്കൊരു പെണ്ണിനെ മതിയെന്നും പറയുന്ന ഒരു കാലം അന്ത്യനാളിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മനുഷ്യരാശി കാണേണ്ടി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ തങ്ങളുടെ കോടതിയുടെ മുമ്പിൽ ഒരു ലിവാച്ചിന്റെ വിഷയം വന്നപ്പോൾ, ലിവാച്ച് എന്ന് പറയുന്നത് സൊഡോമി എന്ന് പറയുന്നത് പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വളരെ മ്ലേച്ഛമായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്ത തിന്മയാണത്. ആ തിന്മ ഉസ്മാൻ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ മശ്വറ വിളിച്ചു, സ്വഹാബത്തിന്റെ ഷൂറ വിളിച്ചു. കാരണം ഇത്തരമൊരു വിഷയം ഫി അഹദി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങൾ ജീവിച്ചിരിക്കെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലുമില്ല, ഉമർ തങ്ങളുടെ ഖിലാഫത്തിലും ഇങ്ങനൊരു വിഷയം വന്നിട്ടില്ല. കോടതിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഗെയ്സ് വിഷയം വന്നത്, ഒരു ഹോമോസെക്ഷുവാലിറ്റിയുടെ വിഷയം വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഇസ്ലാം എത്ര ഗൗരവത്തിലാണ് തിന്മകളെ കാണുന്നത് എന്ന് നമ്മുടെ തലമുറകൾ അറിയണം, മനസ്സിലായി. ഇതൊക്കെ തമാശയാണോ? തമാശയായിട്ട് ഇത്തരം വീഡിയോകളും ചർച്ചകളും നമ്മുടെ മൊബൈൽ ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുമ്പോൾ എത്ര ലാഘവത്തോടുകൂടെയാണ് നമ്മളതിനെ കാണുന്നത്. ഒരു മുസ്ലിം അതിനെ വീക്ഷിക്കുന്നതിന് ചില പാരാമീറ്ററുകളുണ്ട്. ഇവിടെ സ്വതന്ത്ര ജീവികളുണ്ട്, സ്വതന്ത്രപക്ഷക്കാരുണ്ട്, മതമില്ലാത്ത അവരെന്തോ ആയിക്കോട്ടെ, അവർക്ക് അവരുടെ ലക്കും ദീനുക്കും വലിയ ദീൻ. നമ്മൾ അവരിലൊന്നും ഇടപെടാൻ വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, നിങ്ങളുടേതായ തീരുമാനങ്ങൾ ഉണ്ടാകാം. മുസ്ലിം ഉമ്മത്ത് ഇസ്ലാം അനുശാസിക്കുന്ന വിധം ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളോട്, അവരോട് ഞാൻ പറയാം, ഈ വിഷയം ഗൗരവമാണ്. ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മശ്വറ വിളിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനോട് ആ വിഷയത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. കാരണം മഹാനായ അലിയാർ തങ്ങൾ വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ നഗരമുണ്ടെങ്കിൽ ആ നഗരത്തിന്റെ കവാടമാണ്. അലിയാർ തങ്ങളോട് ചോദിച്ചു, മാ ഹദ്ദുൽ ലൂത്തി, ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ ലൈംഗിക വീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ എന്ത് ശിക്ഷയാണ് നടപ്പാക്കേണ്ടത്? കാരണം ഈ വിഷയം നബി തങ്ങളുടെ കാലത്തോ സിദ്ദീഖ് തങ്ങളുടെ കാലത്തോ ഉമർ തങ്ങളുടെ കാലത്തോ ഈ ഒരു വിഷയമായി വന്നിട്ടില്ല. അതിൻ്റെ ശിക്ഷ പ്രത്യക്ഷമായി നബി തങ്ങൾ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് സ്വഹാബത്ത് ഇജ്തിഹാദ് ചെയ്യുകയാണ്, അവിടെ ഒരു ഹുക്മ ഇസ്തിംബാത്ത് ചെയ്യുകയാണ്, അവിടെ ഖിയാസ് നടപ്പാക്കപ്പെടുകയാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സ്വഹാബത്ത് മനസ്സിലാക്കിയതിന്റെ പേരിൽ അവർക്കതിന് നിയമം പഠിക്കാൻ കഴിഞ്ഞു. കാരണം അള്ളാഹുവിന്റെ ദീൻ പരിപൂർണമാണ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കേസുകൾ, ഓരോരോ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം ഇസ്ലാമിൽ ഖുർആനിൽ രേഖപ്പെട്ടു എന്നല്ല അതിനർത്ഥം. കാരണം കേസസ് ആർ അൺലിമിറ്റഡ്. ലോകത്ത് വരുന്ന പ്രശ്നങ്ങൾ അൺലിമിറ്റഡാണ്. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലി പരിഹാരങ്ങൾ, നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ അള്ളാഹുവിന്റെ കലാമിലും ഹബീബിന്റെ സുന്നത്തിലുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം പരിപൂർണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ആ നിയമം ഇവിടെ അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി കൊടുക്കുകയാണ്. യാ അമീറൽ മുഅ്മിനീൻ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ
ഹബ്റുൽ ഉമ്മ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇരിക്കുന്നുണ്ട്. ഉസ്മാൻ തങ്ങളാണ് ഈ വിഷയം ചെയർ ചെയ്യുന്നത്. മഹാനവറുകളുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടക്കുന്നത്. അലിയാർ തങ്ങളുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുണ്ട്. പ്രഗത്ഭരായ സ്വഹാബിമാർ മുഴുവനും ആ സംഘത്തിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ വിഷയം പറഞ്ഞു തുടങ്ങി. ലം യഖ്തരിഫ് ഹാദിഹിൽ ജരീമ ഇല്ലാ ഖറിയത്തുൻ വാഹിദ. ഒരേ ഒരു നാട്ടുകാര് മാത്രമാണ് പുരുഷൻ പുരുഷനെ, സ്ത്രീ സ്ത്രീയെ എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ ഈ തിന്മ ചെയ്തതായി വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയത്. ഫറഫഅഹല്ലാഹ്. ആ സമൂഹം എന്ന് പറയുന്നത് സൊഡോം ഗൊമൊറ എന്ന് പറയുന്ന 2 നാടുകളിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഫസ്അലിൽ ഖറിയത്തല്ലതി കാനത് ഹാദിറത്തൽ ബഹർ. ചാവുകടലിന്റെ അരികത്ത് താമസിച്ചിരുന്ന 2 ഗ്രാമക്കാർ. ആ ഗ്രാമത്തിൽ ഒന്നിന്റെ പേര് സദൂം, മറ്റൊന്നിന്റെ പേര് ഗമറ അല്ലെങ്കിൽ ഗമറ. അതുകൊണ്ടാണ് സദൂം എന്ന നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് സൊഡോമി എന്ന്, ലിവാത്ത് എന്ന ഈ തിന്മയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് സൊഡോമി എന്നാണ്. ഹോമോസെക്ഷുവാലിറ്റി. സൊഡോമി എന്ന് പറയുന്നത് നിസ്ബത്തുൻ ഇലാ സദൂം. സദൂം എന്ന നാട്ടിലേക്ക് ചേർത്തി പറയുമ്പോഴാ സൊഡോമി എന്ന് പറയുന്നത്. ആ 2 നാട്ടുകാർ, ഒരു ഖറിയക്കാർ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിന്റെ ഉമ്മത്തു ദഅവ, അവരായിരുന്നു അത് ചെയ്തിരുന്ന ആളുകൾ. ഫറഫഅഹല്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, അവർ അല്ലാഹു എന്തു ചെയ്തു എന്നാണ്? റഫഅഹല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകുകൊണ്ട് ആ മണ്ണിനെ അങ്ങ് കീറിയെടുക്കുകയും മേലോട്ട് പൊക്കുകയും ചെയ്തു. അല്ലാഹു മേലോട്ട് പൊക്കി. എന്നിട്ട് ثم ردها على الارض فاهلكها. അവയെ ഭൂമിയിലേക്ക് പതിപ്പിക്കുകയും അങ്ങനെ അവരെ നശിപ്പിക്കുകയുമാണ് ചെയ്തത്. ഈ നാട് ഫലസ്തീനിലേക്ക് കടന്ന് ജോർഡാൻ ബോർഡർ കഴിഞ്ഞ് കിങ് ഹുസൈൻ ബ്രിഡ്ജ് കഴിഞ്ഞ് ഫലസ്തീനിലേക്ക് കടന്നാൽ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ, നേരെ പോയാൽ ബൈത്തുൽ മുഖദ്ദസ് ജെറൂസലേം, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചാവുകടലിന്റെ സൈഡിലൂടെ താബ ബോർഡറിലേക്ക് പോകുന്ന, ഈജിപ്തിലേക്ക് പോകുന്ന റൂട്ടാണ്. ഐലാച്ച് വഴി പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിലൂടെ പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സൗജത്തു ലൂത്ത്, ലൂത്ത് നബിയുടെ ഭാര്യ എന്നാണ് ആ ഒരു ബോർഡിന്മ കാണുക. സൗജത്തു ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, വൈഫ് ഓഫ് ലോട്ട്സ്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ ഇംഗ്ലീഷിലും അറബിയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ട സഹമാരെ കൂടെ ഉണ്ടാവും, യാത്ര ചെയ്തവർ കണ്ടിട്ടുണ്ടാവും. ആ സ്ഥലമെത്തുമ്പോൾ ഗൈഡുകൾ പറഞ്ഞു തരും, ഇവിടെ കാണുന്ന പാറ, ആ പാറ ലൂത്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ ഭാര്യയെ സൂചിപ്പിക്കുന്നതാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ രൂപം പോലെ തോന്നും, അത് ലൂത്ത് നബിയുടെ ഭാര്യയാണ് എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ ഒരു സ്ത്രീ രൂപം അവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ സ്ഥലം നിങ്ങളൊന്ന് നോക്കിയാൽ അതിൻ്റെ മുമ്പും ശേഷവുമുള്ള മണ്ണ് നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് പോലെയല്ല, കിളച്ച് മറിച്ചിട്ട പോലെയുള്ളൊരു പ്രദേശമാണ് ഇന്നും അവിടെ. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യരായ സയ്യിദ് അവറുകളുടെ കരങ്ങളാൽ സനദ് നൽകപ്പെടുകയും തങ്ങൾ അവറുകളുടെ അനുഗ്രഹ പ്രഭാഷണമുണ്ടായിരിക്കുകയും ചെയ്യും. പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനനായ തങ്ങൾ അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തങ്ങളവരുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ചർച്ച ചെയ്തിരുന്ന ഭാഗം മാത്രം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ കൂടിയിരുന്ന് ഒരു വലിയ വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ
ഹബ്റുൽ ഉമ്മ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇടപെടുകയാണ്. അങ്ങനെ എന്ത് ശിക്ഷ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, അമീറുൽ മുഅ്മിനീൻ അല്ലാഹുവരെ മേലോട്ട് ഉയർത്തുകയും പിന്നെ ഭൂമിയിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്തത്. ഫഅറ, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ കാണുന്ന നിയമം അന്നമൻ സബത അലൈഹി ഹാദാ, ഇങ്ങനെ ഒരു ചീത്തവൃത്തി ഒരാൾ ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, ഇസ്ലാമിക കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ യുർഫഉ അലാ അർഫഇ മബ്നൻ ഫിൽ മകാൻ, അല്ലാഹുവരെ ഭൂമിയിൽ നിന്ന് പൊക്കിയെന്നാണ്, എന്നിട്ട് താഴേക്ക് മറിച്ചിട്ടുവെന്നാണ്. അതുകൊണ്ട് ഇത്തരക്കാർ ഉയർന്ന ഒരു സ്ഥലത്ത് വരെ നിർത്തുകയും വയുർമ മിൻഹു അലൽ അർദ്, ആ മനുഷ്യരെ വ്യഭിചാരത്തിന്റെ ശിക്ഷ പോലെ എറിഞ്ഞു കൊല്ലപ്പെടുന്ന പോലെ ഉയർന്ന സ്ഥലത്ത് നിർത്തിയിട്ടവരെ എറിഞ്ഞു കൊല്ലപ്പെടുകയാണ് വേണ്ടത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇത്തരം ഒരു കേസ് മാത്രമാണ് അവിടെ അറിയപ്പെട്ടത്. അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ ഇങ്ങനെ ഒരു ഉയർന്ന പ്രദേശത്ത് നിർത്തുകയും അങ്ങനെ ആ മനുഷ്യന് ശിക്ഷ നടപ്പാക്കപ്പെടുകയും ചെയ്തുവെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ അസറുകളിൽ ഇത് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ലഹദ്ദുൻ വാഹിദുൻ യുഖാമു അലൽ അർദ് ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറു സബ്താ, ഒരാഴ്ച മഴ ലഭിക്കുന്നതിനേക്കാളും ഖൈർ അള്ളാഹുവിൻ്റെ ഒരു നിയമം നടപ്പാക്കപ്പെടലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇസ്ലാം നിലകൊള്ളുന്നത് മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായി നബിയായി വരുന്നതിൻ്റെ മുമ്പ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു സത്യം ചെയ്ത ഉടമ്പടിക്ക് ഹബീബായ നബി തങ്ങൾ സാക്ഷിയായിട്ടുണ്ട്. ലഖദ് ഷഹിദ്തു ഹിൽഫൻ ഫിൽ ജാഹിലിയ്യ ലൗ ദുഈതു ഇലൈഹി ഫിൽ ഇസ്ലാം ലഅജബ്ത്, ഞാൻ ജാഹിലിയ്യത്തിൽ ഒരു സംഘം ആളുകളുടെ കൂടെ ഒരു നന്മയ്ക്ക് വേണ്ടി സത്യം ചെയ്ത് ശപഥം ചെയ്ത ഒരു ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെച്ച ആളാണ്. അതുപോലെ ഒരു നല്ല കാര്യം ഇസ്ലാമിൽ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെയുണ്ടാകും എന്ന് പ്രഖ്യാപിച്ച നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുമോ? എന്താണത്? നബി തങ്ങളുടെ അമ്മായിയായിരുന്ന ആച്ചിഖ റളിയല്ലാഹു അൻഹ കൈകളിൽ അത്തർ പൂശിക്കൊടുത്തിരുന്നൊരു സംഭവമാണിത്. സ്വഹാബിമാർ നബിതങ്ങളും പ്രവാചകരും എന്ന് പറയാൻ നേരമായില്ല. കാരണം നബിതങ്ങൾക്ക് വഹി ലഭിക്കുന്നതിൻ്റെ മുമ്പാണിത്. പ്രവാചകർക്ക് 40 വയസ്സാകുന്നതിന് മുമ്പാണിത്. മക്കയിലേക്ക് അന്ന് കഅബയെ ലക്ഷ്യമാക്കി വരുന്ന ആളുകൾ കൊള്ളയടിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പല ആളുകളുടെയും ബാഗ് നഷ്ടപ്പെടും, പല ആളുകളുടെയും ഒട്ടകങ്ങളെ അറുക്കപ്പെടും. ഇതൊക്കെ നടക്കുമ്പോൾ മഹാനായ നബിതങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിൽ കുറെ ആളുകളെ മക്കയിൽ വിളിച്ചുകൂട്ടി. ഖുറൈശി ചെറുപ്പക്കാർ അവരെ കൈപിടിച്ചുകൊണ്ട് ശപഥം ചെയ്തു, നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും കൊള്ളയടിക്കപ്പെടരുത്, ഒരാളുടെയും സമ്പത്ത് ആരും അപഹരിക്കരുത്, ആരും അന്യായമായി വധിക്കപ്പെടരുത്, ജീവഹാനി സംഭവിക്കരുത്, മനുഷ്യ ജീവന് വിലയുണ്ട്, മനുഷ്യന്റെ സമ്പത്തിന് വിലയുണ്ട് എന്ന് പറഞ്ഞ് മക്കയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരിൽ ഒരു ചെറുപ്പക്കാരനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ നബി പോലുമല്ല, പ്രവാചകരായിട്ടില്ല. അങ്ങനെ അവർ കൈപിടിച്ചപ്പോ ആ കൈകൾക്ക് അത്തർ പുരട്ടി കൊടുത്തു ആച്ചിഖ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഈ സംഭവം പറയുമ്പോൾ അൽ മുതയ്യബൂൻ, സുഗന്ധം പുരട്ടിയ ആളുകൾ ചെയ്ത സത്യമാണ് ഹിൽഫുൽ ഫുദൂൽ. ആ സത്യത്തിന്റെ പ്രഖ്യാപനം മക്കയിലേക്ക് വരുന്ന ഒരാളും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാവട്ടെ, മക്കയിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാകട്ടെ ആക്രമിക്കപ്പെടരുത്. ആ ഒരു സംഭവത്തിന് സാക്ഷിയായ നബി തങ്ങൾ പറഞ്ഞു, അതുപോലെ വല്ലതും ഈ ഇസ്ലാം അള്ളാഹു പരിചയപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ ഒരു സംഭവം എവിടെയുണ്ടെങ്കിലും ഞാനതിൻ്റെ ഭാഗമാണ്. വലൗ ദുഈതു ഇലൈഹി ഫിൽ ഇസ്ലാമി ലഅജബ്ത്. നോക്കണം, മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇസ്ലാം നിലകൊള്ളുന്നത്. യഗ്സു ജയ്ഷുൽ കഅബ. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തിന്മകൾ നടക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ശിക്ഷ വിധിക്കും. ആ ശിക്ഷയിൽ പച്ചപ്പുല്ലും ഉണക്കപ്പുല്ലും കരിഞ്ഞു പോകും. നമ്മൾ പറയും തെറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ? ഒരിക്കലുമല്ല.
തെറ്റ് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ശിക്ഷയുണ്ട്. പക്ഷേ ഏതൊരു തിന്മക്കും ഒരു ശുഉമുണ്ട് എന്നാണ്, ഒരു അവലക്ഷണമുണ്ട്. ഞാൻ നീട്ടിപ്പറയുകയല്ല, അവസാനിപ്പിക്കുകയാണ്. അവലക്ഷണമുണ്ട്. ആ ശുഉമ് കൂടെയുള്ള ആളുകളെയും ബാധിക്കുമെന്നാണ്. അതിനൊരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്, ഹദീസുകളിലൂടെ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ ഒറ്റ ഹദീസ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സ്വഹീഹൈനിയിൽ, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. യഗ്സു ജയ്ഷുൻ അൽ കഅബ, കഅബാലയം പൊളിക്കാൻ വേണ്ടി ഒരു സൈന്യം യുദ്ധം ചെയ്യാൻ വരും. ഹത്താ ഇദാ കാനൂ ബിബൈദാഅ മിനൽ അർദ്, അവര് ഭൂമിയുടെ ഒരു നിരപ്പായ സ്ഥലത്തെത്തുമ്പോൾ ഖുസിഫ ബിഅവ്വലിഹിം വആഖിരിഹിം, എല്ലാവരെയും അല്ലാഹു ആ നാട്ടുകാരെ മുഴുവനും ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളയും. ഫഖുൽത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം വഫീഹിം അസ്വാഖുഹും വമൻ ലൈസ മിൻഹും. നബിയേ, എത്രയോ സാധാരണക്കാർ, സൂഖ എന്ന് പറയുന്ന സാധാരണക്കാരെ കുറിച്ച് പറയുന്ന വാക്ക, കോമൺ സാധാരണക്കാര്. ഈ സൈന്യമല്ലാതെ ആ നാട്ടിൽ എത്ര പാവങ്ങളുണ്ടാകും നബിയെ, അവരൊക്കെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുമോ? കഅബം പൊളിക്കാൻ വരുന്ന ഈ സൈന്യത്തെ അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തുമ്പോ ആ നാട്ടുകാര് മുഴുവനും പെടുമോ നബിയെ? അവിടെ നിസ്കരിക്കുന്നവരുണ്ടാവില്ലേ? വീട്ടിലെ ഉമ്മമാരുണ്ടാവില്ലേ? കളിച്ചു നടക്കുന്ന മക്കളുണ്ടാകില്ലേ? ഉറങ്ങുന്നവരുണ്ടാകില്ലേ? ഈ തിന്മയുടെ ഭാഗമല്ലാത്ത ആളുകളും അവരിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോ യുബഅസൂന അലാ നിയ്യാതിഹിം, ആ തിന്മ കാരണം അല്ലാഹു ശിക്ഷ വിധിക്കുമ്പോൾ അവരതിൽ പെട്ടുപോകും. അതവർക്ക് ശിക്ഷയല്ല, ആ പെട്ടുപോകുന്നത് ഒരു രക്തസാക്ഷിത്വത്തിന്റെ പദവി കൊടുത്ത് അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും. എന്നാൽ തിന്മ ചെയ്തവർക്ക് അല്ലാഹു ശിക്ഷയാണത്, ശിക്ഷയുടെ തുടക്കമാണത്. തിന്മ ചെയ്യാത്തവർക്ക് അവരുടെ നീയത്തിനനുസരിച്ച് അല്ലാഹു പുനർജന്മം നൽകുകയും ചെയ്യും. നോക്കണം, ഗൗരവമുള്ള വിഷയമാണ് നബി തങ്ങൾ ഈ സൂചിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ബനു ഇസ്രായേലുകളിൽ നടന്ന ആ വിഷയത്തിന്റെ തുടക്കം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. തിന്മകൾ നടക്കുമ്പോൾ ആ തിന്മകളെ നോക്കി നിന്ന ഒരു സമൂഹത്തെയാണ് അല്ലാഹു ആദ്യമായി പരീക്ഷിച്ചതും അവരിൽ അവ്വലുമാ ബദൻ നഖ്സ്, ഒരു പരാജയം ബനു ഇസ്രായേലുകൾ തുടങ്ങിയതും തിന്മകളെ നോക്കി നിന്നതിൻ്റെ പേരിലാണ്. തിന്മയുടെ ശുഉം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാടുകളിൽ അത് പരന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ, നമ്മുടെ സ്ക്രീനുകളിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഫലം നമ്മുടെയൊക്കെ ജീവിതത്തിലും മക്കളിലും കുടുംബത്തിലും വരും. മുഅ്മിനെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബനി ജുദൈമ എന്ന് പറയുന്നൊരു ഗോത്രത്തിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ചതാ. ഫതഹ് മക്കയ്ക്ക് ശേഷം അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞു സബഅന. സബഅന, സബഅന എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചു എന്നതിന് പറയുന്ന വാക്കല്ല. അസ്ലംന എന്ന് പറയാൻ ബനൂ ജുദൈമക്ക് അറിഞ്ഞിരുന്നില്ല. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പടയോട്ടത്തിൽ ബനൂ ജുദൈമയിലെ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിലേക്ക് കയ്യുയർത്തി വാക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സ്വനഅ ഖാലിദ്. ഇത് തിന്മകൾ നടക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാക്കാണ്. പടച്ചവനെ, ഞാനതിൻ്റെ ഉത്തരവാദിയല്ല റബ്ബേ, ഞാനതിന് എനിക്ക് ബന്ധമില്ല റബ്ബേ. പടച്ചവനെ, ഞാനതിൽ ആരുമല്ല പടച്ചവനെ, ഞാൻ നിരപരാധിയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സ്വനഅ ഖാലിദ്. ഖാലിദ് ഈ ചെയ്ത പണിയിൽ നിന്ന് റബ്ബേ, ഇത് എൻ്റെ വകയല്ല പടച്ചവനെ, ഞാൻ നിരപരാധിയാണ് കേട്ടോ റബ്ബേ, ഖാലിദിനോട് ചോദിച്ചാൽ മതി എന്നാണ് ആ വാക്കിനർത്ഥം. ഖാലിദ് റളിയല്ലാഹു അൻഹു താണുകേണ് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് മാപ്പ് തരൂ നബിയെ. സബഅന എന്ന് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല നബിയെ, എനിക്കതിനർത്ഥം മനസ്സിലായില്ല അവരുദ്ദേശിച്ചത്. എനിക്ക് മാപ്പ് തരൂ റസൂലേ. അത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഇസ്തഗ്ഫറ ലഹ്, തങ്ങൾ മാപ്പ് കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹല്ലം ഇബ്നു ജുദാമ, മുഹല്ലം ഇബ്നു ജുദാമ സ്വഹാബികളിൽ നബി തങ്ങൾ ശപിച്ചിട്ടുള്ളൊരു സ്വഹാബിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മുഹല്ലം ഇബ്നു ജുദാമ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, പക്ഷേ ഹബീബിൻ്റെ ശാപം കിട്ടി മരിച്ചുപോയ ആളാണ്. മുഹല്ലം ഇബ്നു ജുദാമയുടെ വിഷയമാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തതായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ദറബ്തും ഫിൽ അർദ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ദറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഈ സ്വഹാബിയെ മുഹല്ലം ഇബ്നു ജുദാമ എന്നവരെ ഒരു എക്സ്പെഡിഷനിൽ പറഞ്ഞയച്ചപ്പോൾ അഷ്ജഅ ഗോത്രത്തിലെ ആമിറുൽ അഷ്ജഇ എന്ന് പറയുന്ന ആൾ ഒരു ഒട്ടകപ്പുറത്ത് വരുന്നുണ്ട്.
അദ്ദേഹം വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ മുഹല്ലം ഇബ്നു ജുദാമ തങ്ങൾ ആ സലാം പറയുന്ന ഒരു മനുഷ്യൻ വിശ്വാസിയാണ് എന്ന് ബോധിക്കാത്തത് കൊണ്ടല്ല, ളുൽമൻ വഉദ്വാന. ഈ ആമിറുൽ അശ്ജഈ മുതലാളിയായിരുന്നു. അയാളുടെ സമ്പത്തും ഒട്ടകവും പിടിച്ചു പറ്റാൻ വേണ്ടി അദ്ദേഹം അവിശ്വാസിയാണെന്ന് ചാപ്പകുത്തി അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ആ കൊലപാതകം കേട്ടുകൊണ്ട് നബി തങ്ങൾ ഞെട്ടിത്തെരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹല്ലം ഇബ്നു ജുദാമയെ വിളിച്ചിട്ട് മഹാനവറുകൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തഗ്ഫിർ ലി മുഹല്ലം ഇബ്നു ജുദാമ. മുഹല്ലം ഇബ്നു ജുദാമക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കരുതേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വഹാബിക്ക് മാത്രമാണ്. നീ പുറത്തു കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ, മാ ഖാലഹാ ഇല്ല ഇസ്തിആദതൻ മിനസ് സൈഫ് വമാ ഖതൽതുഹു ഇല്ലാ വഹുവ കാഫിർ. നബിയെ, അദ്ദേഹം ഒരു കാഫിറായിരുന്നു. യുദ്ധമല്ലേ, ആ കുഫറിന്റെ പേരിൽ നടക്കുന്ന യുദ്ധത്തിന്റെ അവസരത്തിൽ ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹം വാളിനെ പേടിച്ചു പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. സ്വന്തം തിന്മയെ ന്യായീകരിച്ചു മുഹല്ലം ഇബ്നു ജുദാമ. പുണ്യനബി തങ്ങൾ ഉടനെ പറഞ്ഞു, അല്ലാഹുവേ, മുഹല്ലം ഈ ചെയ്തതിന് ഞാൻ ഉത്തരവാദിയല്ല റബ്ബേ, ഈ മുഹല്ലമിന് നീ പുറത്തു കൊടുക്കരുത് എന്ന് തങ്ങൾ പ്രാർത്ഥിച്ചു. സ്വല്ലല്ലാഹു. തങ്ങൾ എത്ര വലിയ റഹ്മത്തിന്റെ ആളാണ്. ഒരു മനുഷ്യ ജീവൻ അന്യായമായി പൊലിഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് വന്ന ദേഷ്യമാണിത്. അത് മാത്രമോ, ഞാൻ അവസാനിപ്പിക്കട്ടെ, മറവ് ചെയ്തപ്പോ മുഹല്ലം ഇബ്നു ജുദാമയുടെ ശരീരം ഭൂമി തുപ്പുകയാണ് ഉണ്ടായത്. ഖബറിൽ നിന്ന് പുറത്തു വന്നു. രണ്ടാമതും സഹാബികൾ മറവ് ചെയ്തു, ഖബറിൽ നിന്ന് പുറത്തു വന്നു. മൂന്നാമതും മറവ് ചെയ്തു. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അമാ ഇന്നൽ അർള ലതുവാരി മൻ ഹുവ ശർറും മിൻ വലാകിന്നഹ ആയ. മുഹല്ലം ഇബ്നു ജുദാമ ചെയ്തതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത ആളുകൾ ഭൂമിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിലും വലിയ ഫിർഔനുമാർ ഭൂമിയിൽ കുഴിച്ചിട്ടപ്പോ ഭൂമിന്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ട്. മുഹല്ലമിനേക്കാളും തെറ്റ് ചെയ്തവർ ഭൂമിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ മുഹല്ലമിനെ ഭൂമി എറിഞ്ഞത് വലാകിന്നഹ ആയ, ഇതൊരു ദൃഷ്ടാന്തമാണ്. ഒരു വിശ്വാസിയുടെ ജീവന് വിലയുണ്ട്. ആ ജീവൻ അന്യായമായി ആമിറുൽ അശ്ജഈയുടെ ഒട്ടകം കിട്ടാൻ വേണ്ടി മുഹല്ലം അന്യായമായി കൊല ചെയ്ത തിന്മ, ആ തിന്മക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് നബി തങ്ങൾ പറയുകയും മഹാനവറുകളുടെ ആ സ്വഹാബിയുടെ ജനാസ 2 മലകൾക്കിടയിൽ കൊണ്ടുപോയി വെക്കുകയും കല്ലുകൾ മൂടി വെക്കുകയും ചെയ്യാൻ പറഞ്ഞു എന്നാണ് ചരിത്രം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് ശുഉമുൽ മഅ്സിയ, തിന്മകളുടെ ഗൗരവമാണ്. കൊലപാതകം നടക്കും. എത്ര പള്ളിന്റെ ഉള്ളിൽ കൊലപാതകം, മഹല്ലുകളിൽ പ്രശ്നങ്ങൾ, മിമ്പറിൽ ഖുതുബയോതുന്ന ആളെ പിടിച്ചിറക്കി വിടുന്നത്, മിഹ്റാബുകളിൽ ഒച്ചപ്പാടുകളും ബഹളങ്ങളും, എന്നിട്ട് ആളുകൾ ഫോട്ടോ എടുക്കുക, ലോകത്തിന് മുഴുവൻ അയച്ചുകൊടുക്കുക. കുറെ ആളുകളുടെ പരിപാടി അതാ. ഒരു ഫിത്ന നടക്കുമ്പോൾ ഇടപെട്ടവിടെ പരിഹരിക്കേണ്ടതിന് പകരം നാണം കെടുത്തുന്ന പരിപാടി ചെയ്യാം. അവിടെ നമുക്ക് ഉത്തരവാദിത്വമില്ലേ? തിന്മകൾ എത്ര ഗൗരവമാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ തിന്മകളെ കണ്ടില്ലെന്ന് നടിക്കരുത്. തിന്മകൾക്ക് ശുഉമുണ്ട്. ആ ശുഉമിന്റെ ഭാരം ഈ സമൂഹം ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ഒരൊറ്റ ആയത്ത് ഞാൻ ഓതിയിട്ട് അവസാനിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ദറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനൂ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായ ബോധ്യം വേണം. മുഹല്ലം ഇബ്നു ജുദാമ യാത്രയിലാണ് ഈ ആമിറുൽ അശ്ജഈ എന്ന് പറഞ്ഞ മനുഷ്യനെ കൊന്നത്. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിനാ, നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആളുകളോട് സലാം മടക്കാതെ നീ മുഅ്മിനല്ല എന്ന് നീ പറയരുതേ. ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യം. സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക, സലാം പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക, സലാം പറഞ്ഞ ഇതൊന്നും നമ്മൾ വരുന്ന സ്വർഗത്തേക്ക് വരുന്ന ആളല്ല, പോട്ടെ, അഹങ്കാരമല്ലേ ഇത്, ഇത് ചെയ്യരുത്. ഖുർആൻ പറയാ, ലാ തഖൂലു, നിങ്ങൾ പറയരുത്, ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാം, നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്നൊരാൾ പറയുമ്പോൾ ലസ്ത മുഅ്മിന, നീ മുസ്ലിം അല്ലല്ലടോ എന്നാവുകൊണ്ട് പറയണമെന്നതിനർത്ഥമല്ല. മിണ്ടാണ്ടിരിക്കുക, മുഖം തിരിക്കുക, സലാം അടക്കാതിരിക്കുക, നിങ്ങളത് ചെയ്യരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്ന ആയത്താണിത്. തബ്തഗൂന അറദൽ ഹയാത്തിദ് ദുനിയാ ഫഇൻദല്ലാഹി മഗാനിമു കസീറ. ഐഹികമായ ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളെ പാർശ്വവൽക്കരുത്, നിങ്ങളവിടെ ചേർത്ത് നിർത്തണം.
നിങ്ങളുടെ സഹായികളും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ആത്മബന്ധുക്കളും വിശ്വാസം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ആളുകൾ തന്നെയാണ്. അത്തരം ആളുകളെ നിങ്ങൾ മാറ്റി നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് ഈ മുഹല്ലം ഇബ്നു ജുദാമ തങ്ങളുടെ വിഷയത്തിലാണ് ഇറങ്ങുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകട്ടെ. ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമൂഹത്തിൻ്റെ ആത്മീയവും ആധ്യാത്മികവുമായ ഉന്നതിക്ക് വേണ്ടി നമുക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് അവറുകൾ അടക്കമുള്ള ഉമറാഖന്മാർ, അവരുടെ പരിശ്രമങ്ങൾ അള്ളാഹു ജയിപ്പിക്കട്ടെ. ഈ സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. ഈ സമൂഹത്തിൻ്റെ കലിമത്തിനെ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ. നമ്മുടെ സഫുകളെ അള്ളാഹു ഒരുമിച്ച് നിർത്തിത്തരട്ടെ. നമുക്ക് അള്ളാഹു വഹ്ദത്ത് നൽകട്ടെ. വഹ്ദത്ത് റഹ്മത്താൻ വൽ ഫുർഖത്തു അദാബ്. വേർപിരിയുക എന്ന് പറയുന്നത് അദാബാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് സനദ് വാങ്ങേണ്ടിയിരുന്ന മുഹമ്മദ് സാലിഹ് ഫൈസി 3 ആഴ്ച മുമ്പ് മരണപ്പെട്ടു എന്ന വിവരം ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. അള്ളാഹു ഉസ്താദിന് സാലിഹ് ഫൈസി എന്ന പണ്ഡിത സുഹൃത്ത് വഫാത്തായിപ്പോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ വെളിച്ചം നൽകട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഉഖറവിയായ യാത്ര അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി, യതീംഖാനയ്ക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ആളുകൾ, ഉമറാക്ക് ഉസ്താദുമാർ, അബ്ബാസ് മുസ്ലിയാർ അടക്കം ഇവിടെ ഓർക്കുകയുണ്ടായി. നമ്മുടെ ജംഷീറിൻ്റെ പിതാവ്, നമ്മുടെ ജമാൽ സാഹിബിൻ്റെ പിതാവ്, അവരടക്കമുള്ള ഒരുപാട് ഉലമാക്കൾ, ഉമറാക്കൾ, സാധാരണക്കാർ, എത്രയോ ഉമ്മമാർ, അവരുടെ കാതിലെയും കയ്യിലെ വളയും മോതിരവും ഒക്കെയാണ് ഈ സ്ഥാപനം ഇങ്ങനെ ആവാൻ കാരണമായത്. നമ്മുടെ വല്ലപ്പുഴ ദാറുൻ നജാത്ത് സ്ഥാപനം ഇവിടെ നിൽക്കുന്നുണ്ട്. ഒട്ടനേകം ദീനീ സ്ഥാപനങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുണ്ട്. എല്ലാം അള്ളാഹു ചെയ്ത വലിയ നിഅ്മത്തുകളാണ്. ആ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കണം. നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യണം എന്ന് ദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ്. ഇവിടെ ജുവൈനി ബിരുദം സ്വീകരിക്കുന്ന പണ്ഡിത സുഹൃത്തുക്കൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തും സലാമത്തും തൗഫീഖും ഇസ്സത്തും അള്ളാഹുവിൻ്റെ ദീന് ദഅവത്ത് ചെയ്യാനുള്ള എല്ലാ അസ്ബാബുകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിനും നാടിനും ഉമ്മത്തിനും യശസ്സുള്ളവരായി അള്ളാഹു അവരെ മാറ്റട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വന്തം നിലക്കും പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ തങ്ങളവറുകൾ അവിടുത്തെ പരിശുദ്ധ കരങ്ങളാൽ അവർക്ക് സനദ് പ്രഖ്യാപനം നടത്തുകയും സനദ് വിതരണം നടത്തുകയും ചെയ്യുമ്പോൾ ആ മഹത്തായ മുഹൂർത്തത്തിന് സാക്ഷികളാകാനെത്തിയ നമ്മൾ ഓരോരുത്തരുടെയും ഈ സാന്നിധ്യം അള്ളാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.